നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആനയടി നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗജമേളയാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ ഈ ഒരു ഗജമേള നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണയും നമ്മൾ പതിവ് തെറ്റിക്കാതെ തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ആനകളെ നേർച്ചകളായിട്ട് എഴുന്നള്ളിക്കുന്നതാണ് ഈ ആനയടിയിലെ ഗജമേളയിൽ മറ്റൊരു പ്രത്യേകത. ആനയടി ഗജമേളയിൽ എഴുന്നള്ളിപ്പിൽ വരുന്ന ആനകളാണിത്. ഇവ ക്ഷേത്രത്തിൽ വലം വെക്കുകയും തുടർന്ന് നമ്മൾ നേരത്തെ കാണിച്ച ആ കണ്ടത്തിന്റെ ഭാഗത്ത് വരിസയായിട്ട് നിൽക്കുകയും ചെയ്യും. നിറം പകർന്ന ഗജവീരന്മാർ നിരനിരക്കുമ്പോൾ ഈ പുണ്യഭൂമിയിലേക്ക് ഈ വർഷം ഇതാദ്യമായി ആനയടി പൂരത്തിലേക്ക് കടന്നു വരുന്നു രാജകേസരി തടത്താവിള മണികണ്ഠൻ. നിൽക്കുന്ന ഭൂമിയിൽ നിന്നും ആന കേരളത്തിന്റെ വിരിമാറിലേക്ക് ഒരുപിടി ഗജതാരങ്ങളെ സമ്മാനിച്ച തടത്താവിളയുടെ മറ്റൊരു ഗജവീരൻ. ആരവങ്ങൾ അകമ്പടിയാക്കി രാജാക്കന്മാർ പിറന്ന ഉത്തര ഭാരത മണ്ണിൽ പൂരത്തിലേക്ക് സ്വാഗതം. സിന്ദൂര ചൈതന്യങ്ങൾ നിരനിരക്കുന്ന തെക്കൻ ഗുരുസന്നിധാനത്തിലേക്ക് പൂരം കൂടുപാലിത കടന്നു വരികയാണ് ഒരു സുന്ദര ഗജരാജൻ. എന്തിനും പോന്ന് ഒരുപിടി ചന്തങ്ങളെ മലയാള മണ്ണിന് സമർപ്പിച്ച പുതുപ്പള്ളി പാപ്പാലപ്പറമ്പ് ഗജനിരിയുടെ മറ്റൊരു നേരവകാശി കടന്നു വരുന്നു. ഗജകേസരി പുതുപ്പള്ളി ഗണേശൻ വരികയാണ്. ഇവൻ വന്നെത്തിയ വീഥികളിൽ ആരവങ്ങൾ നിറച്ച പ്രൗഢിയുള്ള ഗജതാരകം. എഴുന്നള്ളി ചെല്ലുന്ന നാട്ടിൽ 7 അഴക് നിറച്ച് തിരുവിതാംകൂറിന്റെ നാമം കുറിച്ചിട്ട് മടങ്ങുന്നവൻ. ഇതാ തന്റെ സാരഥി മണിയപ്പന്റെ കയ്യും പിടിച്ചു കടന്നു വരികയാണവനും. കാണുന്ന കണ്ണിലെല്ലാം അഴകിന്റെ ആനച്ചന്തം കാണിച്ചു കൊടുക്കുവാൻ പോകുന്ന ഒന്നാന്തരം ആൺപിറപ്പ് ഗജകേസരി പുതുപ്പള്ളി ഗണേശനും സാരഥി മാർഗം ആനപ്രിയനായ ആനയടി തമ്പുരാന്റെ മണ്ണിലേക്ക് ആനയടി പൂരം കൂടുവാൻ സ്വാഗതം, സുസ്വാഗതം. സ്വന്തം വിരിയിക്കേണ്ടുന്നവൻ ഇവൻ നീലകണ്ഠൻ. പുതുമയെന്നും അലങ്കാരമാക്കിയപ്പോഴും തെക്കിന്റെ പൊന്മണ്ണ് കൈവിടാതെ കാത്ത മാതംഗ മാണിക്യം പനക്കിൽ നീലകണ്ഠൻ. കണിഞ്ഞു നിൽക്കുന്ന ആനയടി തമ്പുരാന്റെ മണ്ണിലേക്ക് ഇതാ തെക്കിന്റെ വീരതട്ടകത്തിൽ ആഘോഷത്തിന്റെ മഹോത്സവം ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ ചുവടുവെച്ച് വരികയാണ് ഒരു യുവരാജാവ്. ചരിത്രമൊരുങ്ങുന്ന നാടിന്റെ ആവേശത്തിന് തിരികൊളുത്തിക്കൊണ്ട് പൂരനഗരിയുടെ വേറിട്ട ചന്തം വരികയാണ് യുവകേസരി ഊട്ടോളി ചന്തു. മലയാളത്തിന്റെ മടിത്തട്ടിൽ ചരിത്രം കുറിക്കുവാൻ അന്ന് ഉത്തര പൂരഭൂമിയിൽ നിന്നും കടന്നു വന്നവർ. വീരന്മാർ നിറഞ്ഞു നിൽക്കുന്ന ആമ്പല്ലൂർ ആനപ്പന്തിയുടെ വേറിട്ട താരകം. പൂരങ്ങൾ പലത് കണ്ടും പൂരപ്പെരുമകൾ പലത് കൂടിയും ആവേശം തന്റേതാക്കി മാറ്റിയ താരസുന്ദരൻ. എടുപ്പിലും നടപ്പിലും ഒരു പുതുകാലത്തിന്റെ തിളക്കം കൂടെയുണ്ടെന്ന് മലയാള മഹിമയോട് ഉറച്ചു പറയുന്നവൻ. ചരിത്രമുറങ്ങുന്ന ആമ്പല്ലൂരിന്റെ മണ്ണിൽ നിന്നും ആഘോഷം നിറയുന്ന ശൂരനാടിന്റെ മടിത്തട്ടിലേക്ക് വരികയാണ് ഈ യുവതാരനായകൻ. ഇവൻ വരുന്ന വീഥികളും ഇവൻ നിറഞ്ഞു നിൽക്കുന്ന വേദികളും ഇവന്റേതാക്കി തീർക്കുന്ന വീരപുരുഷൻ
യുവകേസരി ഊട്ടോളി ചന്തുവിനും സാരഥി മാർഗം ആനയടി പൂരത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. തമ്പുരാന്റെ ആവേശഭൂമിയിലേക്ക് പാദം കൊണ്ട് ചുംബിച്ചില്ല ആനയടി പൂരം കൂടുവാൻ ഒരു നാട്ടാന ചന്തം കടന്നു വരികയാണ്. മലയാളക്കര കണ്ട സഖ്യസൗന്ദര്യങ്ങളിൽ സമസ്ത ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ മറ്റൊരു സുന്ദര ഗന്ധർവൻ ഇതാ വന്നു ചേരുകയാണ്. ഇവൻ ചരിത്രത്തിന്റെ ഇടനാഴിയിൽ അഴകിന്റെ മൂർത്തിയായ അവതാരം കൊണ്ട സുന്ദരൻ, ഗജകേസരി മരുതൂർ മണികണ്ഠൻ. മരുതൂർ മാണിക്യം ഈ പുണ്യഭൂമിയിലേക്ക് മലയാളക്കര കണ്ട സൗന്ദര്യ സങ്കല്പങ്ങളിൽ സമസ്ത ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയ മറ്റൊരു സുന്ദര ഗന്ധർവനിത മരുതൂർ മാണിക്യൻ കടന്നു വരികയാണ്. മണ്ണിന്റെ മടിത്തട്ടിലേക്ക് ഇനിയിത അക്ഷരനഗരിയുടെ വീര സേനാപതി വരികയാണ്. അതെ, ആയിരങ്ങളിൽ ഒരുവന് മാത്രം കാണുന്ന വേറിട്ട ആവേശത്തിന്റെ ഗജസ്വരൂപമാണിവൻ. ഗജേന്ദ്ര സേനാപതി തോട്ടേക്കാട്ടുകണ്ണൻ. കോട്ടേക്കാട്ടു നാട്ടിൽ ചരിത്രം കുറിച്ചു നിലകൊള്ളുന്നവൻ. ശാന്ത സൗമ്യ ഭാവങ്ങൾ കൊണ്ടാണ് കേരളത്തിന്റെ ഇടനെഞ്ചിൽ സ്ഥാനം കുറിച്ചിട്ട ഗജകേസരിയാണിവൻ. അതെ, വരികയാണ്. പതിവ് പോലെ ഇവിടം ആവേശം നിറയ്ക്കുവാൻ വരികയാണവൻ. എണ്ണം പറഞ്ഞ താരങ്ങളിൽ ഒരുവനായി പൂരം കൂടുവാൻ കടന്നു വരികയാണവൻ. ആനക്കോട്ടയത്തിന്റെ ഉത്തമ കോട്ടയിലെ ഒന്നാം തരം ഗജ കില്ലാടി ഗജേന്ദ്ര സേനാപതി തോട്ടേക്കാട്ടുകണ്ണൻ. പൂരങ്ങളുടെ പേര് അഴക് ചാർത്തി കടന്നു വരികയാണ് മഹേശ്വരൻ. അതെ, ഈ പുണ്യഭൂമിയിലേക്ക് വരികയാണ്. ആയിരം ആവേശം അകമ്പടിയാക്കി ഈ മണ്ണൊരുങ്ങി നിൽക്കുമ്പോൾ ഇതാ ഈ പുണ്യഭൂമിയിലേക്ക് പദം വെച്ച് വരികയാണ് മഹേശ്വരൻ. അതെ, പവിത്രമാകുന്ന ആചാരങ്ങളുടെ വിളനിലമായ വടക്കുംനാഥ ഭൂമിയിലെ ആനയൂട്ടം കൂടി ഒരുപാട് പൂരഭൂമികളിൽ നിറസാന്നിധ്യമായി പേരുകേട്ട വീരന്മാരെ എന്നും പൂരമലയാളത്തിന് സമ്മാനിച്ച പാണഞ്ചേരിയുടെ ഗജരാജൻ ഗജകേസരി പാണഞ്ചേരി മഹേശ്വരൻ വരികയാണ്. വീറും വാശിയും നിറഞ്ഞ കൊമ്പന്മാർ അണിനിരുന്ന തൃശൂരിന്റെ മണ്ണിൽ ആവേശത്തിന്റെ സ്വരൂപമായി നിറഞ്ഞാടിയവൻ. ഒരു കാലത്തിന്റെ ആവേശമായ ഗജനരിയിലെ മിന്നും താരമായി തിളങ്ങി വിളങ്ങിയ സൗന്ദര്യ ശ്രീമാൻ. ഗതകാല പ്രതാപമൊന്നും അടിയറവ് വഹിക്കുവാൻ മനസ്സില്ലാതെ ആവേശത്തിന്റെ പുതുവസന്തം തേടി കടന്നു വരികയാണവൻ. ചൂടും ചാമ്പലും പെരുകയും കൂടിയ പരമേശ്വരൻ നാഥനായി കുടികൊള്ളുന്ന തേക്കിൻ കാട്ടിൽ ഗജമഹിമിയുടെ സവിശേഷതയുമായി അവതരിക്കുന്ന മഹേശ്വരൻ ഇതാ ഈ പുണ്യഭൂമിയിലും വന്നു ചേരുന്നു. ഗജകേസരി പാണഞ്ചേരി മഹേശ്വരൻ. ആന കേരളത്തിന്റെ എണ്ണം പറഞ്ഞ ഗജരാജ കില്ലാടികളിൽ ഒരുവനാണ്. ഈ നാടൊരുങ്ങി നിൽക്കുമ്പോൾ ഇതാ ഇനി ഇവിടെ ആഘോഷത്തിന് സ്ഥാനം വഹിക്കുവാൻ വരുന്നുണ്ടവൻ. താരസൂര്യപ്രഭയുടെ കാവലാളായി തെക്കൻ മലയാളത്തിന്റെ മടിത്തട്ടിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന തമ്പുരാൻ. എണ്ണം പറഞ്ഞ വേദികൾ എന്നും സ്ഥാനം നൽകി ആദരിച്ചടൂരിന്റെ വീരപുത്രൻ. ശാന്തശീലനും സൗമ്യപ്രഭാവനുമായ ചക്രവർത്തി മാതംഗ സൗമ്യ ശ്രേഷ്ഠൻ ഗജേന്ദ്ര നാട്ടുപ്രമാണി മൗട്ടത്തു രാജേന്ദ്രൻ. തമ്പുരാന്റെ മണ്ണിൽ അഴകിന്റെ പൊൻപ്രഭ നിറച്ചു നിൽക്കുവാനിതാ ചിട്ടയും ശൈലിയും സൽസ്വഭാവവും പഠിപ്പിച്ച ചട്ടക്കാരൻ പഴകുളം അലിയുടെ കൈയും പിടിച്ചു കടന്നു വരികയാണവൻ. തെക്കൻ മലയാളത്തിന്റെ താര തമ്പുരാൻ. തെക്കൻ തട്ടകത്തിൽ തർക്കമില്ലാതെ ആവേശം നിറച്ചുകൊണ്ട് ചരിത്ര നിമിഷങ്ങൾ നിറച്ചവൻ ഗജേന്ദ്ര നാട്ടുപ്രമാണി മൗട്ടത്തു രാജേന്ദ്രൻ.
ആൻഡമാൻ നാടിന്റെ മടിത്തട്ടിൽ നിന്ന് എണ്ണിയാൽ ഒടുങ്ങാത്ത ആവേശങ്ങൾ നിറയുമ്പോഴും ആരും കൊതിക്കുന്ന ശാന്തതയുടെ ഗജമൂർത്തി ഭാവമാകുന്നവൻ ഇതാ കടന്നു വരികയാണ്. തെക്കിന്റെ തനതായ പൂരപ്പറമ്പുകളും വടക്കിന്റെ ചിട്ടവട്ടങ്ങളും മനപ്പാഠമാക്കി അടൂരിന്റെ ഗജനായകൻ മാതംഗ സൗമ്യ ശ്രേഷ്ഠൻ മൗട്ടത്തൂർ രാജേന്ദ്രൻ. ിലേക്ക് കടന്നു വന്ന രാജനിയോഗം പേരുകേട്ട പൂരങ്ങളിലും പെരുമയുള്ള മണ്ണിലും നിറഞ്ഞു നിൽക്കുന്ന തെക്കൻ മണ്ണിന്റെ തിലകം ചോർത്തിയവൻ, ഏത് വമ്പനോടും പടവരുതുവാൻ പേടിയില്ലാത്ത നായകൻ മൗട്ടത്തു രാജേന്ദ്രനും സാരഥിമാർക്കും ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. ആളും മരങ്ങും ആ മണ്ണിൽ നിന്നും കടന്നു വന്നിരിക്കുന്നു ഗജകേസരി നെടുമൺകാവ് മണികണ്ഠൻ. ആരവങ്ങൾ അകമ്പടി നെടുമൺകാവ് മണികണ്ഠനും സാരഥിമാർക്കും സ്വാഗതം. ചരിത്രമിറങ്ങുന്ന ഈ മണ്ണിന്റെ രാജവീഥിയിലേക്ക് ഇതാ നാളെയുടെ നാളുകളിൽ മാതംഗ മലയാള വാർത്തിപ്പാടിന്റെ ഒരു വീരപുത്രൻ കടന്നു വരികയാണ്. അനന്തു പ്രസാദ് കൊച്ചിലപ്പാട്ട് തോട്ടുവയുടെ വഴിപാടാകുന്ന കൊമ്പൻ പെരിങ്ങല്ലിപ്പുറത്ത് വാഴുന്ന ഭുവനേശ്വരിയുടെ നാമം പെരുമയോടെ മുഴക്കുവാൻ പോകുന്ന പോരാളി കടന്നു വരികയാണ്. യൗവന രാജപ്രജാപതി പെരിങ്ങല്ലിപ്പുറം അപ്പോ. തെക്കിന്റെ രാജഭൂമിയിൽ തിളക്കമുള്ള താരങ്ങളെ വഴി നടത്തിയ ചട്ടക്കാരൻ പെരിങ്ങല്ലിപ്പുറം ഗോപിയുടെ കയ്യും പിടിച്ചു കടന്നു വരികയാണവൻ. വടക്കൻ മണ്ണിൽ പിറന്നു വീണ് മലയാള മണ്ണിന്റെ മടിത്തട്ടിലെത്തിയവരിൽ കാലം കരുതി വച്ചിരിക്കുന്ന കണക്ക് പിഴയ്ക്കാത്ത വാഗ്ദാനം. ആനകൾ അണിനിരക്കുന്ന മണ്ണിന്റെ മഹനീയതയ്ക്ക് മാതംഗ ചന്തം പ്രാർത്ഥിക്കൊണ്ട് ഈ പുണ്യഭൂമിയെ അലങ്കരിക്കുവാൻ ഓണാട്ടുകരയുടെ മണ്ണിൽ നിന്നും കടന്നു വരുന്ന ഗണപതി ചന്തം ഒന്നിരുന്ന മികച്ച കേമന്മാർക്ക് ജന്മം നൽകിയ മണ്ണിൽ നിന്നും ഒന്നാം തരം കൊമ്പന്മാർ വാഴുന്ന ഓണാട്ടുകരയുടെ മണ്ണിലേക്ക് വന്നു ചേർന്നവൻ. മികവാർന്ന ചന്തങ്ങൾ മികവോടെ വാഴുന്ന പുത്തൻകുളത്തിന്റെ മറ്റൊരു ഗജരാജൻ. താരോദയങ്ങൾക്ക് സ്വീകരണം നൽകി, അതെ, താരോദയങ്ങൾക്ക് സ്വീകരണം നൽകിയ തെക്കൻ നാടിന്റെ തിലകക്കുറി ഗജശ്രേഷ്ഠൻ പനക്കൽ നന്ദന്റെ വരവ്. സാരഥി അനീഷിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആനയടി പൂരപ്രപഞ്ചത്തിലേക്ക് വരികയാണവൻ. ചരിത്രം രചിച്ച ഗജപ്പിറവികൾ പിറവികൊണ്ട വടക്കൻ മഴക്കാട്ടിൽ ആന കേരളത്തിനായി അവതാരമെടുത്തവൻ. സവിശേഷതകളുടെ നിറകുടമായി പൂരം കൊടുവാൻ എഴുന്നള്ളി വന്നവൻ. പെരുമയാർന്ന ശീലങ്ങളും തികവിന്റെ ശാന്തതയും തന്നോട് ചേർത്ത ഗജരാജവിസ്മയം കടന്നു വരികയാണവൻ. ഗജരാജ ശ്രേഷ്ഠൻ പനക്കൽ നന്ദൻ. ആഘോഷങ്ങൾക്ക് നിറച്ചാർത്തേക്കുവാൻ, ആവേശത്തിന് തിലകം ചാർത്തുവാൻ സാരഥി അനീഷിന്റെ കൈയും പിടിച്ചുകൊണ്ടിതാ ആനയടി പൂരത്തിലേക്ക് കടന്നു വരുന്ന പനക്കൽ നന്ദനും കൂട്ടർക്കും സ്വാഗതം, സുസ്വാഗതം. പിന്നിടുന്ന വീഥികളിലെമ്പാടും മുന്നേറ്റത്തിന്റെ കഥ പറയുവാനുള്ള വീര്യം ആവേശമായി മാറുമ്പോൾ കടന്നു വരികയാണവനും. അറയ്ക്കുള്ളിൽ കണക്കില്ലാത്ത നിധിയുള്ള പോലെ അകതാരിൽ കരുണയുടെ തീരാസാഗരമുള്ള അനന്ത പത്മനാഭന്റെ മണ്ണിലെ മാതംഗ ശ്രീമാൻ. തെക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ തിളക്കമുള്ള തമ്പുരാനായി വാഴുവാൻ ഓണാട്ടുകരയുടെ മണ്ണിൽ നിന്നും പടികടന്നു വന്നവൻ. സിന്ദൂര കുലപതി കാണാവിള ശിവനാരായണൻ. വരികയാണ് ചട്ടക്കാരൻ ശംഭുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് എഴുന്നള്ളിപ്പിന്റെ രാജകല നിറയുന്ന മണ്ണിലേക്ക് തികമാർന്ന ചന്തമായി വരുന്ന മാതംഗ ശ്രേഷ്ഠൻ വരികയാണ്. ആനക്കമ്പത്തിന്റെ തേരിൽ ആണുങ്ങൾ അണിനിരക്കുമ്പോൾ അതിൽ അഴകിന്റെ മാറ്റുകൾ നിറയ്ക്കുവാൻ ഉണ്ടാകുവാൻ വന്നു ചേരുകയാണവൻ. ഇനിയിതാ കടന്നു വരുന്ന തെക്കൻ നാട്ടിലെ മറ്റൊരു കേമൻ. കാണുന്ന കാഴ്ചയിൽ തന്നെ ഏത് മനസ്സും കീഴടക്കുവാൻ പോകുന്ന വേറിട്ടാന ചന്തം. ഓണാട്ടുകര വാടുന്ന സൗന്ദര്യത്തിന്റെ ഗതരൂപം
ഗണപതി പ്രിയൻ വഴിപാടി കാശിനാഥൻ. സൗന്ദര്യ ശൈലി കൊണ്ട് ആരാധകരെ തന്നോട് അടുപ്പിക്കുന്ന വേറിട്ട മാതംഗം. അമലിന്റെയും വിഷ്ണുവിന്റെയും ദിനുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിതാ ആനയടി പൂരത്തിന്റെ പെരുമയിലേക്ക് കടന്നു വരികയാണവൻ. കൊത്തിയോട്ട പാട്ടുകൾ മുഴങ്ങും നോണാട്ടകരിയുടെ മണ്ണിൽ നിന്നും പൂരങ്ങളുടെ നാട്ടിലേക്ക് ആവേശമായി കടന്നു വന്നവൻ. പേരെടുത്ത അനവധി പൂരങ്ങൾക്ക് താരമായി നിറയുവാൻ തീരെ മടിക്കാതെ ചെന്നവൻ. അതെ, കാഴ്ചയിലെ സൗന്ദര്യ ഭാവം കൊണ്ട് ഏതൊരു മനസ്സും കുളിർമയേകും നാലച്ചന്തം പകരുന്ന താരകമിത ആരാധകരുടെ സ്വന്തം കാശി ഗണപതി പ്രിയൻ വഴിപാടി കാശിനാഥൻ. ഏത് മനസ്സും കീഴടക്കുവാൻ പോകുന്ന വേറിട്ട ആനച്ചന്തമിത ഓണാട്ടുകര വാഴുന്ന സൗന്ദര്യത്തിന്റെ ഗതരൂപം ഗണപതി പ്രിയൻ വഴിപാടി കാശിനാഥനും സാരഥിമാർഗം ആനയടി പൂര പെരുമയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ആനയടി ദേവരുടെ തിരുമുന്നിൽ അഴകിന്റെ വസന്തം തീർക്കുവാനിതാ സേതുലക്ഷ്മി സന്ദീപ് ലക്ഷ്മി ഭവനം താമരക്കുളത്തിന്റെ വഴിപാടായി ഒരു ചന്ദനാശ്ശേരിക്കാരന്റെ വരവ്, മാടപ്പള്ളി ഭഗവതിയുടെ മാനസപുത്രന്റെ വരവ്, സുന്ദര കില്ലാടി വിഷ്ണുലോകം രാജസേനൻ. അതെ, യോഗ്യതകളുടെ തികവിലേക്ക് ഒന്നാം നിര കൂട്ടാനയായി എഴുന്നള്ളി നിൽക്കുവാൻ കഴിവുള്ളവൻ. പുതിയ വിസ്മയങ്ങളുടെ ഇടനാഴിയിൽ താരസൂര്യന്റെ വീരപ്രഭ ചൂടുന്ന തമ്പുരാൻ. പൂരങ്ങളുടെ പൂരത്തിനെതിരെ അലങ്കാരത്തിന്റെ പാദമുദ്ര പതിപ്പിച്ചവൻ. വിഷ്ണുലോകം രാജസേനനും സാരഥിമാർഗം ആനയടി പെരുമയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. നരസിംഹ ചൈതന്യം മനസ്സിൽ നിറയുന്ന സന്നിധിയിലേക്ക് ഇതാ വീണ്ടും ഒരു ഉത്സവപ്പൻ സുദിനം വന്നെത്തുമ്പോൾ ഇതാ ഭഗവാന്റെ പൂരം കൂടുവാൻ വരുന്നുണ്ട് മറ്റൊരാനച്ചന്തം. മണ്ണിൽ പിറന്ന വീരന്മാരെ മാമാക്കുളം സമർപ്പിക്കുന്ന വഴിപാടായി കടന്നു വരികയാണ് ഗജരാജൻ പടിഞ്ഞാറേ മഠം ശങ്കരൻ. പ്രൗഢഗംഭീരമാകുന്ന ആനയടിയിൽ ഇന്ന് പൊൻപൂരമാകുമ്പോൾ ആലപ്പുഴയുടെ ആനപ്പെരുമയ്ക്ക് മഹിമയും പെരുമയും ചാർത്ത് നിലകൊള്ളുന്ന ഗജമികവിന്റെ താരകം പടിഞ്ഞാറേ മഠം ശങ്കരനും സാരഥിമാർക്കും ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. പ്രൗഢഗംഭീരമാകുന്ന ആനയടിയിൽ ഇന്ന് പൊൻപൂരമാകുമ്പോൾ ആലപ്പുഴയുടെ ഗജപ്പെരുമയുമായിട്ട് ഇതാ ഇവിടെയുണ്ടവരും. അതെ, ഇവൻ ഒരു പിടി സൗഭാഗ്യങ്ങളുമായി ഇത്തവണയും ഇവിടെ വന്നു ചേർന്നവൻ ഗജമുഖ ഭീമൻ കുളമാക്കിൽ പാർത്ഥസാരഥി. അതെ, ആലപ്പുഴയിലേക്ക് വന്ന നാൾ മുതൽ ആവേശമോട് വഴി നടത്തുന്ന പ്രിയ സാരഥി അറിയിപ്പുമായി തിരുവൈക്കം മുഴുവൻ നിറഞ്ഞു നിന്നവൻ. സന്ധ്യാവേളയുടെ സുദിനം മുതൽ വൈക്കത്തിന്റെ പെരുമയിൽ അണിചേർന്നവൻ. സർവാലങ്കാര വിഭൂഷിതനായ തിരുവൈക്കത്തപ്പനെ ശിരസിലേറ്റി തന്റെ പെരുമയൂട്ടിയുറപ്പിച്ചവൻ. പതിവ് പോലെ വൈക്കത്തഷ്ടമിയുടെ മഹിമയിൽ നിറഞ്ഞു നിന്നവൻ ഇവൻ. പതിവിന്റെ പ്രൗഢിയിൽ ഒരുങ്ങുന്ന ആനയുടെ ഗതമികവിന്റെ അറിഞ്ഞു സ്വീകരിച്ച നാട്ടിലെല്ലാം ആവേശത്തിന്റെ ഉത്സവമേളം സമ്മാനിച്ച ചരിത്രമുള്ളവൻ. ഗണേശനോടും രാജയോടും ഒന്നിച്ചു വാഴുന്ന കുളമാക്കിലെ വല്യാന ഗജമുഖ ഭീമൻ കുളമാക്കിൽ പാർത്ഥസാരഥിക്കും സാരഥിമാർഗം ആനയടി പൂര പെരുമയിലേക്ക് സ്വാഗതം, സുസ്വാഗതം.
കടന്നു വരികയാണവൻ. നാഗമാണിക്യം പുത്തൻകുളം കേശവൻ. അതെ, അഴകിന്റെയും സ്വഭാവ മഹിമയുടെയും പുതുവസന്തങ്ങൾ മലയാള മണ്ണിൽ വിരിയിച്ച ഗജരാജാക്കന്മാരിൽ തെക്കൻ കേരളം കാത്തു സൂക്ഷിക്കുന്ന വൈഡൂര്യം, മലയാള മണ്ണിന്റെ മടിത്തട്ടിൽ പിറവികൊണ്ട് മലയാളത്തം പിടിച്ച മാതംഗ കുലപതിമാരിൽ ലക്ഷണയുക്തൻ പൗലോസിന്റെ കൈകൾ പിടിച്ചുകൊണ്ടിതാ തന്റെ ശരീരം കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ സർവാംഗ സുന്ദരൻ കടന്നു വരുന്നു. നാഗമാണിക്യം പുത്തൻകുളം കേശവൻ. ഇതാ തെക്കൻ കേരളത്തിൽ തെക്കൻ തട്ടകത്തിൽ ഗജപഥചലനം തീർക്കുവാൻ കടന്നു വരികയാണ് പുത്തൻകുളം കാവേരി പാർക്കിന്റെ ആനച്ചന്തം. ആന കേരളത്തിന് എന്നും എണ്ണമറ്റ സംഭാവനകൾ നൽകിയിട്ടുള്ള പുത്തൻകുളം ഷാജിയേട്ടന്റെ ഏറ്റവും മികച്ച നാട്ടാനച്ചന്തം. ആനയടി പൂരമടക്കം തെക്കൻ മണ്ണിലെ എണ്ണം പറഞ്ഞ പൂരങ്ങളിൽ എഴുന്നള്ളി നിന്ന ചരിത്രമുള്ളവൻ. ഏറ്റെടുത്ത പൂരങ്ങളെല്ലാം ഏറ്റവും മികച്ച അഴകുകൊണ്ട് അലങ്കാരപൂരിതമാക്കുന്ന കൊമ്പനാന. വടക്കൻ മണ്ണിന്റെ വടിത്തട്ടുകൾ ഇനിയും കാണുവാൻ കൊതിക്കുന്ന വസന്തം. വീണ്ടും തന്റെ ആവേശത്തിന് അനവധി കൊടുക്കാതെ കടന്നു വരികയാണവൻ. കാണുന്ന കണ്ണുകളെ തന്റെ കരിയഴകിൽ മയക്കി കാർവർണ്ണന്മാരുടെ മലയാള തറവാടിത്തം കാണിച്ചു കൊടുക്കുവാൻ ഒട്ടും മടിക്കാത്ത പുത്തൻകുളംകാരൻ. ഇവൻ സൗന്ദര്യം കൊണ്ടും ശാരീരിക മഹിമ കൊണ്ടും പകരം വയ്ക്കാനില്ലാത്ത ആൺപിറപ്പ്. നാഗമാണിക്യം പുത്തൻകുളം കേശവനും സാരഥി മാർഗം. ആനയടി തമ്പുരാന്റെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. വയലേലകളും നിറഞ്ഞ ചരിത്ര വിശ്വാസങ്ങൾക്ക് അകതാരിൽ സ്ഥാനം നൽകിയ സാധാരണക്കാരിൽ സാധാരണക്കാർ വസിക്കുന്ന ഗ്രാമമാണിത്. ഒരു നാടിന് കാവലായി പണിയെടുത്ത് ശ്രീ നരസിംഹസ്വാമിയും പുതിയെടുത്ത് ശ്രീകൃഷ്ണസ്വാമിയും കുടികൊള്ളുന്ന പുണ്യഗ്രാമം. അന്നന്നത്തെ സ്വപ്നങ്ങൾ കൂട്ടിവെച്ച് ആഘോഷത്തിനായി ഒരുങ്ങുന്ന ഒരു ജനതയുടെ ആ കാത്തിരിപ്പിന് വിരാമമാണിന്ന്. അതെ, പറഞ്ഞാൽ തീരാത്ത ചരിത്രവും പറയുവാൻ ഏറെയുള്ള ആവേശവും അണിനിരക്കുന്ന മണ്ണ്, പേരും പെരുമയും നിറഞ്ഞ തമ്പുരാന്റെ മണ്ണ്, ആനയടിയുടെ മണ്ണ്. ഇവൻ പള്ളിവാളും പെൺപട്ടും ധരിച്ചു വാഴുന്ന തിരുവാറാട്ടുകാവ് കാവിലമ്മയുടെ മാനസപുത്രൻ. അക്ഷരം തെറ്റാത്ത ആവേശം ഏത് മണ്ണിലും നിറയ്ക്കുന്ന തിരുവിതാംകൂറിന്റെ യുവരാജാവ്, യുവരാജകേസരി, പത്മനാഭപ്രിയ ഗജപ്രജാപതി, ആറ്റിങ്ങൽ കൊല്ലമ്പുഴ തിരുവാറാട്ടുകാവ് കാളിദാസൻ. അതെ, ആറ്റിങ്ങൽ കൊല്ലമ്പുഴ തിരുവാറാട്ടുകാവ് കാളിദാസൻ ആനയടി തമ്പുരാന്റെ മണ്ണിലേക്ക് വരികയാണ്. ഇനിയുള്ള നാളിലെല്ലാം ആവേശത്തിന്റെ ഗതഭേരിയുമായി തിരുവിതാംകൂറിന്റെ മണ്ണിൽ താൻ ഉണ്ടാകുമെന്ന് തെളിയിച്ചവൻ വരികയാണ്. തനിക്കായി പ്രാർത്ഥകൾ ഒരുക്കുന്ന ധീരസാരഥി ശാർക്കര ബിജുവിന്റെ കൈയും പിടിച്ചുതാ കടന്നു വരികയാണവൻ. വംശപരമ്പരകളുടെ പരദേവതയായ തിരുവാറാട്ടുകാവിൽ അമ്മയുടെ വരമായി കിട്ടിയ ആൺകുട്ടി, എണ്ണം പറഞ്ഞ അംഗങ്ങൾ എന്ന് മണിനിരന്ന് നിൽക്കുന്ന തിരുവിതാംകൂറിന്റെ അഭിമാനതാരം. അതെ, ഈ മണ്ണിന്റെ മടിത്തട്ടിൽ ചരിത്രം രചിച്ചുകൊണ്ട് കുതിരസംഘം ഭാരതൻസർ ആനയടിയുടെ കൈയും പിടിച്ചുക വരികയാണവൻ. താരങ്ങൾ പലതും ആവേശം നിറഞ്ഞു നിൽക്കുന്ന തെക്കൻ മലയാളത്തിന്റെ വീരഗജരാജൻ, യുവരാജകേസരി, പത്മനാഭപ്രിയ ഗജപ്രജാപതി, തിരുവാറാട്ടുകാവ് കാളിദാസനും സാരഥി മാർഗം. ആനയടിയുടെ മണ്ണിലേക്ക് സ്വാഗതം. അണിനിരക്കുന്ന ആനച്ചന്തങ്ങൾ ആവേശത്തിന്റെ കാഴ്ച വിസ്മയം സമ്മാനിക്കുന്ന ആനയടി തമ്പുരാന്റെ മണ്ണിലേക്ക് ഇതാ ഗുരുവായൂരപ്പന്റെ ഗതനിറയിൽ നിന്നും മറ്റൊരു സൗന്ദര്യ ശ്രീമാൻ കടന്നു വരികയാണ്. അതെ, അഴകിന്റെയും ഐശ്വര്യത്തിന്റെയും അനിതര സാധാരണ ഗതരൂപം ഗജകേസരി ഗുരുവായൂർ ദേവസ്വം ബാലു. ആഗ്രഹസ്വീകരണത്തിന് അനുഗ്രഹ പുണ്യമായി ബന്ധമനസ് ഭഗവാന് സമർപ്പിക്കുന്ന മറ്റൊരു മാണിക്യം. വേറിട്ട പൂരങ്ങൾക്ക് വന്നെത്തി പൂരപ്രേമികളുടെ ഹരമായി മാറിയ ഗജകേസരി ഗുരുവായൂർ ദേവസ്വം ബാലുവിനും ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. അതെ, ഈ പുണ്യഭൂമിയിലേക്ക് വരുന്നു നാട്ടുകരയുടെ പൂരഭൂമിയിൽ വളരുന്ന ഭാവിയുടെ വാഗ്ദാനം ഗജരാജകുമാരൻ ശനീശ്വരൻ
മുതുകുളം കൊച്ചു ഗുരുവായൂർ ഗോവിന്ദൻ സാരഥിമാർ തുറവൂർ പ്രസാദിന്റെയും വിഷ്ണുപുരം മുരുകന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിത പൂരം കൂടുവാൻ കടന്നു വരുന്നു യുവനായകൻ. കൊട്ടും കുരവയുമായി സ്വീകരിച്ച ഒവ്വാക്കാവിന്റെ മണ്ണിൽ നിന്നും ഗന്ധർവന്റെ നാട്ടിലേക്ക് കടന്നു വന്നവൻ. കരുത്തുറ്റ കൗമാരത്തിന്റെ കനകകാന്തിയിൽ അഴക് താൻപിറപ്പായി രംഗപ്രവേശം ചെയ്തവൻ. ശ്രീരംഗരാജനായ ഭഗവാന്റെ ശ്രീത്വം വിളങ്ങുന്ന നാമധേയവും കൂടി കടന്നു വരികയാണവൻ. സാക്ഷാൽ ശനീശ്വര പ്രിയൻ മുതുകുളം കൊച്ചു ഗുരുവായൂർ ഗോവിന്ദനും സാരഥിമാർഗം ആനയടി പൂരപ്പെരുമയിലേക്ക് സ്വാഗതം. തീരുന്നില്ല വിസ്മയം. ചക്രവ്യൂഹങ്ങൾ ഭേദിച്ച വിക്രമാദിത്യ സദസ്സിൽ ഇതിഹാസകാവ്യം രചിച്ച മഹാകവിയുടെ നാമധാരിയായി കടന്നു വരുന്നു അവനും. അകത്ത് കാളിയമ്മയെങ്കിൽ പുറത്തി ദാസനുണ്ടെന്ന് നേടാട്ടുകരയിൽ നിന്നും കാണിച്ചു കൊടുത്തവൻ ഇവൻ. വടക്കും തല പനയന്നാർ കാവിലമ്മയുടെ പൊന്നുപുത്രൻ വിശ്വവീര ചക്രവർത്തി പനയന്നാർ കാവ് കാളിദാസൻ. തന്റെ സാരഥി അയ്യപ്പന്റെ കൈയും പിടിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ മറ്റൊരു കാളിദാസനിത. വാർമുടി ചുരുളഴിച്ചിട്ട് പാരിടം ഇരുട്ടാക്കി ദാരികന്റെ ശിരസ് കൊയ്ത തമ്പുരാട്ടിയുടെ താരപുത്രൻ. താരമാകാൻ പോകുന്നിടത്തെല്ലാം രാജാവായി വാമകനെ എന്ന് ചൊല്ലി അമ്മ അനുഗ്രഹിക്കുന്ന മാനസപുത്രൻ വരികയാണ്. പരകോടി സൂര്യപ്രഭയുടെ രാജകിരീടം ചാർത്തി പനയന്നാർ കാവിലമ്മ വാഴിക്കുന്ന തമ്പുരാൻ വിശ്വവീര ചക്രവർത്തി പനയന്നാർ കാവ് കാളിദാസനും സാരഥിമാർഗം ആനയടി പൂരപ്പെരുമയിലേക്ക് സ്വാഗതം. തെക്കൻ മലയാളത്തിന്റെ വീറും വാശിയും ആന കേരളത്തിൽ നിറനിറയ്ക്കുവാൻ യുവജന സമിതി കുതിര ചാടിക്കും വിളയിതാ ആനയടി തമ്പുരാന്റെ മണ്ണിലേക്ക് കൊണ്ടുവരികയാണവനെ. മറുനാട്ടിൽ പിറന്ന മലയാള നാട്ടിലെത്തി മഹിമകൾ അകമ്പടിയാക്കി വളർന്ന വീരനായകൻ. കാലത്തിന്റെ ഇടനാഴിയിൽ ആർക്കു മുന്നിലും അടിയറവ് വയ്ക്കാത്ത ചങ്കൂറ്റം കൊണ്ട് ചരിത്രം കുറിച്ചിട്ടവൻ. പോരാട്ടത്തിന്റെ വേദികൾ തനിക്ക് പുതുമയല്ലെന്നും നേടാൻ ഉറച്ചു ചുവടുവച്ചാൽ നേടിയെടുത്തേ മടങ്ങൂ എന്നും വാശിയുള്ളവൻ. അതെ, ആഘോഷത്തിന്റെ പുതിയ പൂരക്കാലം കടന്നു വരുമ്പോൾ അനന്തപുരിയുടെ വീറും വാശിയും എന്തെന്ന് കാണിക്കുവാൻ നെഞ്ചും വിരിച്ചു കടന്നു വരികയാണവൻ. യുവജന സമിതി കുതിര ചാടിക്കും വിളയുടെ നായകൻ. ആലത്തൂർ അസുരന്റെ കൈയും പിടിച്ച് ഇതാ ഈ പുണ്യഭൂമിയിലേക്ക് ആലത്തൂർ അഫ്സലിന്റെ കൈയും പിടിച്ചു വരുന്നു ആനന്ദ ഭൈരവനാഥപ്രിയൻ വേണാട് ആദികേശവൻ. ഭൂമിയിലേക്ക് തോമയിൽ കൂട്ടം കടന്നു വരുമ്പോൾ ഇതാ ഒരു നായകനും വരമായി കൂട്ടരെ. ആരെങ്കിലും ആരെല്ലാം അണിനിരന്നാലും ഏതെല്ലാം അവതാരങ്ങൾ ഉണ്ടായാലും തോമയിൽ കൂട്ടത്തിന് ഒരു നായകൻ മാത്രം. തോമയിൽ കൂട്ടം കൈവിടാത്ത, തോമയിൽ കൂട്ടത്തിനെ കൈവിടാത്ത ഒരേ ഒരു നായകൻ. അഴകിന്റെ അവസാന വാക്കും ഐശ്വര്യത്തിന്റെ മുഖശ്രീയുമായ നായകൻ. ഈ ഭരാത മലയാളത്തിലെ ഇതിഹാസ തുല്യമായ ചരിത്രമുള്ള നായകൻ ഇവൻ. അഴകിന്റെ മഴവിൽ കാവടി ഇവൻ. തിരുവിതാംകൂറിന്റെ ഗജശ്രേഷ്ഠൻ ഇവൻ. ഇതിഹാസത്തിലെ ഐരാവതശവൻ. ഒരേ ഒരു സഖ്യ സുന്ദര ഗന്ധർവൻ. ഗജരാജരത്നം കളഭകേസരി ഈ രാജുപേട്ട അയ്യപ്പൻ. ഇതാ തോമയിൽ കൂട്ടത്തിനോടൊപ്പം തോമയിൽ കൂട്ടത്തിന്റെ അമരനായകത്വത്തിനൊപ്പം അവതരിക്കുന്നു ആന കേരളത്തിന്റെ സ്വന്തം അയ്യപ്പൻ. തനിക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ച ആന കേരളത്തിന്റെ യുവസാരഥി അനന്തപുരിക്കാരൻ ബാലാജിയുടെ കൈയും പിടി
മലയാള മണ്ണിന് എക്കാലത്തും മികച്ച ഗതവിസ്മയങ്ങൾ മാത്രം സമ്മാനിച്ച കോടനാട് കളറിയുടെ സ്വകാര്യ അഹങ്കാരം, ആയിരങ്ങളിൽ ഒരുവന് മാത്രമുള്ള പ്രത്യേകതകളും ആരാമെന്ന നാമവും ചൂടി കോടനാടൻ മണ്ണിൽ ഓടി കളിച്ചു വളർന്നവൻ, കോടനാടും കോട്ടയും പട്ടണവും കടന്ന് കോടമന്നുള്ള ഈരാറ്റുപേട്ടയിലെത്തിയ കരിരാജ തേജസ്, പത്തരമാറ്റ പ്രൗഢിയിൽ പരവൻ പറമ്പിലെ അരുമയായി തീർന്ന പാലകാപ്യ പ്രമാണി, പ്രൗഢിയുള്ള ബാലകാല്യം മുതൽ പരമപുണ്യമായ പൂരപ്പറമ്പുകൾ സമ്മാനിച്ച ഇതിഹാസ പുരുഷൻ, അതെ പകിട്ടിന്റെ പത്തരമാറ്റം പതിവിന്റെ ശൈലികളും മറക്കാത്ത പാലകാപ്യ കുലത്തിലെ മഴവിൽ കാവടിയിത ആന കേരളത്തിന്റെ സത്യസുന്ദരങ്ങളിൽ അഴകിന്റെ നേർരൂപമായി നിറനിറയുന്ന മഴവിൽ കാവടിയിത ആയിരങ്ങളിൽ ഒരുവൻ മാത്രമായ അഴകിന്റെ മഴവിൽ കാവടിയിത അവതരിക്കുന്നു കൂട്ടരെ. തോമയിൽ കൂട്ടത്തിന്റെ നായകൻ, സാക്ഷാൽ സഖ്യസുന്ദര ഗന്ധർവൻ, കളഭകേസരി ഈരാറ്റുപേട്ട അയ്യപ്പൻ. കാത്തിരിക്കുന്ന ജനസാഗരത്തെ ആവേശത്തിൽ ചേർത്തു നിർത്തിക്കൊണ്ട് തോമയിൽ കൂട്ടത്തിനൊപ്പം ആനയടി പൂരം കൂടുവാൻ കടന്നു വരികയാണവൻ. ലക്ഷണ തികവുകളുടെയും സ്വഭാവ മഹിമകളുടെയും അവസാനമാക്കായ ഐശ്വര്യ ശ്രീമാൻ, സാക്ഷാൽ ഗജരാജഗന്ധർവന് ശേഷം അക്ഷര നഗരിയിൽ നിന്നും പാറമേക്കാവിലമ്മയെ രാത്രി പൂരത്തിന് എഴുന്നള്ളിച്ച പൂരനായകൻ, വടക്കും നാഥന്റെ പൂരഭൂമിയിൽ പകരക്കാരനല്ല തമരക്കാരനായി നിറഞ്ഞു നിന്നവൻ, തുടക്കക്കാരന്റെ അങ്കലാപ്പൊന്നുമില്ലാതെ മിടുക്കനായി പൂരങ്ങൾ നയിച്ച ചരിത്രമുള്ളവൻ, പുലിയന്നൂരപ്പനെ എന്ന് മകതാരിൽ പ്രണമിക്കുന്നവൻ, മള്ളിയൂർ മഹാഗണപതിയെ മനസ്സിൽ ധ്യാനിക്കുന്നവൻ, ഏറ്റുമാനൂർ തേവർക്ക് ഏറെ ഇഷ്ടമുള്ള നാട്ടാനച്ചന്തം, തിരുവൈക്കത്തപ്പന്റെ നന്ദിവാഹനം, വേദപുരാധീശ ഭൂമിയിലെ വാരണേന്ദ്രജാലം, അതേ കൈവന്ന നിയോഗങ്ങളുടെ സൗഭാഗ്യതയിൽ ആനയടിയിലേക്ക് വരികയാണവൻ. ഏറ്റവും ഒടുവിലെ അഷ്ടമിക്കും ഏറ്റവും മികച്ച പ്രൗഢിയിൽ തിരുവൈക്കത്തപ്പന്റെ തിടമ്പേറ്റിയ കുമ്പനാന, പുത്രവാത്സല്യം ചൂടുന്ന നല്ലച്ഛനായ തിരുവൈക്കത്തപ്പനെ ശിരസിലേക്ക് അഷ്ടമി പെരുമ നയിച്ചവൻ, ചോറ്റാനിക്കര രാജരാജേശ്വരിയുടെ തങ്കപ്പെങ്കിടമ്പ് തങ്കമസ്തമത്തിൽ ഉറപ്പിച്ചു വെച്ചവൻ, ഋഷിനാഗ കുളത്തപ്പന്റെ മുടങ്ങാതെ കൂടുന്ന നാടൻ കൊമ്പനാന. ഇവൻ തന്റേതായ രീതികളും തനിക്കുവാൻ പോകുന്ന ശൈലികളും കൊണ്ട് ആരാധക മനം നിറയ്ക്കുന്ന സൗന്ദര്യ ശ്രീമാൻ, തോമയിൽ കൂട്ടത്തിന്റെ അയ്യപ്പൻ, ഐരാവത സമൻ, ഈരാറ്റുപേട്ട അയ്യപ്പൻ. ആന കേരളത്തിന്റെ അഭിമാനവും ആനക്കോട്ടയത്തിന്റെ അലങ്കാരവുമായ ഐരാവത സമരാലൻ അവതരിക്കുന്നു. ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. അനവധി പേരുകേട്ട വീരന്മാർ അരങ്ങുകളിൽ നിന്ന് അരങ്ങുകളിലേക്ക് തന്നെ വഴി നടത്തുന്ന സാരഥിമാർ, വിഷ്ണുവിന്റെയും ശ്രീജിത്തിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിടാ കടന്നു വരുന്നു പരിമളക്കമ്മിയുടെ മാനസപുത്രൻ. ആരെന്ന ചോദ്യത്തിന് ഞാനെന്ന മറുപടി കൊടുക്കുവാൻ ദേശിംഗനാട് ഒരുക്കി വച്ചിരിക്കുന്ന മൂർച്ചയേറിയ വജ്രായുധം, കാലം കടക്കുന്തോറും കീർത്തിയേറി പടികടത്തേറുന്ന യുവതാര സൂര്യൻ കടന്നു വരുന്നു. ആനയടി തമ്പുരാന്റെ അമ്പലമുറ്റത്തേക്ക് വരികയാണവൻ. ഗജരാജകേസരി വരുന്നു. പ്രതിസന്ധികളുടെ പാഴ്സരങ്ങൾക്കെല്ലാം തടുത്തു നിർത്താനും അടക്കി ഭരിക്കുവാനും കഴിയാത്ത ഒന്നാം നിര യുവത്വം, ശാന്തതയുടെ വേലിക്കെട്ടുകൾക്കിടയിൽ നിന്നും യോഗ്യതയുടെ സിംഹാസനങ്ങളിലേക്ക് കുതിക്കുന്നവൻ, എണ്ണം പറഞ്ഞവർക്ക് മാത്രം എന്നും സ്ഥാനം ലഭിക്കുന്ന തേക്കിൻകാട്ടിൽ തെക്കിന്റെ രാജദൂതമായി കടന്നു ചെന്ന കൊല്ലം നാട്ടുകാരൻ, തെക്കൻ നാട്ടിൽ നിന്നാലും വടക്കൻ നാട്ടിലേക്ക് ചെന്നാലും ആരാധകരേറെ കാത്തിരിക്കുന്ന വിഷ്ണു, ഉത്സവ മലയാളത്തിന്റെ പുത്തൻ പ്രതീക്ഷകൾക്ക് അർത്ഥം നൽകുന്ന താരസൂര്യൻ, തെക്കിന്റെ യുവരാജ പ്രജാപതി പരിമളം വിഷ്ണു. നാമധേയം വാനോളം ഉയർത്തുവാൻ പിറവികൊണ്ട താരരാജകുലപതി വരുന്നു. സഖ്യ സൗന്ദര്യത്തിന്റെ തനത് മൂർത്തി ഭാവങ്ങളെ തന്റെ വേദിയിൽ വേദികളിൽ മാത്രം അവതാരം കൊണ്ട് തെക്കൻ കേരളത്തിന്റെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയവൻ, അതെ ആനയടി പൂരത്തിലേക്ക് ഇതാ ഈ പൂരാവേശത്തിലേക്ക് നാടനാനച്ചന്തം പകരുവാൻ നടയമരങ്ങൾ ഉറപ്പിച്ചു വരികയാണവൻ. ശ്രീ മഹാദേവന്റെ പ്രിയനായ താമരക്കുടിയിൽ വരുന്ന താരനായകൻ, ഗജപത്മരാജ വിരാടിയാർ, താമരക്കുടി വിജയൻ. ഇന്നത്തെ മഹനീയ താരഗ്രഹം വരികയാണ്.
മയ്യനാടിന്റെ മണ്ണിൽ നിന്നും ആഘോഷങ്ങളെ സ്വീകരിച്ച് വടക്കും നാഥന്റെ മണ്ണിൽ ആരവങ്ങൾ ഉയർത്തി കടന്നു വരികയാണ്. താരങ്ങളെ ഊട്ടിവിടർത്തിയ തൃശൂരിന്റെ മണ്ണിൽ തങ്കത്തിലക്കത്തിന്റെ പൊൻപ്രഭ നിറയ്ക്കുവാൻ വരികയാണ്. വടക്കൻ മണ്ണിൽ ജനിച്ച് മലയാള ഭൂമിയിലെത്തി പൂരങ്ങളുടെ പ്രൗഢികാതവൻ ഇതാ വന്നു ചേരുകയാണ്. മയ്യനാടിന്റെ നാമം ഇന്നാന കേരളത്തിൽ മുഴക്കുന്ന ചക്രവർത്തി ഗജരാജ മാണിക്യ കുലപതി മയ്യനാട് അരുണിമ പാർത്ഥസാരഥി വരികയാണ്. ആമ്പാടിയിൽ നിന്നൊരു കരിവീരത്. അതെ, ആമ്പാടിയുടെ വീരനായകൻ ഇതാ ആനയടി പൂര പെരുമയിലേക്ക് വരികയാണ്. ആമ്പാടി മഹാദേവൻ വരികയാണ്. ഇതാ ഈ പുണ്യഭൂമിയിലേക്ക് വന്നു ചേരുന്നു. പ്രിയ സാരഥിമാരുടെ കയ്യിൽ പിടിച്ച് ആണുങ്ങളെ ആണുങ്ങൾ പിറന്ന വടക്കൻ കാടിന്റെ മടിത്തട്ടിൽ നിന്നും ചെറുപ്രായത്തിന്റെ ചോരത്തിളപ്പുമായി മലയാള മണ്ണിലേക്ക് എത്തിയവൻ ആമ്പാടി മഹാദേവനും സാരഥിമാർക്കും ആനയടി പൂര പെരുമയിലേക്ക് സ്വാഗതം. ഉണ്ണിമങ്ങാടിന്റെ മടിത്തട്ടിൽ നിന്നും ഉണ്ണിമങ്ങാട് കണ്ണൻ കുളമാക്കിൽ തറവാട്ടിൽ നിന്നും വരികയാണ് ഒരു കരിവീര തേജസ്. അതെ, കുളമാക്കിൽ പാർത്ഥസാരഥിയോടൊപ്പം അരങ്ങുവാഴുന്ന കരിവീര തേജസ് കുളമാക്കിൽ ഗണേശൻ വരികയാണ്. തന്റെ വീഥികളിൽ എന്നും കാവലായിട്ടുള്ള സാരഥി വയനാടൻ കുഞ്ഞുമോന്റെ കയ്യും പിടിച്ചുകൊണ്ടിതാ വരികയാണവൻ. ഉത്തര വനാന്തര ഭൂമിയുടെ ഹൃദയസീമയിൽ നിന്നും ആലപ്പുഴയുടെ കടലോരത്തേക്ക് ആവേശപ്പെരുമയായി കടന്നു വന്നവൻ കുളമാക്കിൽ ഗണേശനും സാരഥിമാർക്കും ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. മാധവൻകുട്ടിയുടെ വരവ്. ആമ്പാടിയിൽ നിന്നും വരികയാണ് മാധവൻകുട്ടി. ഗജരാജ പെരുമ നിറയുന്ന ആനയടി പൂര പെരുമയിലേക്ക് ഇതാ ആമ്പാടിയുടെ മടിത്തട്ടിൽ നിന്നും കോടി കോടി അഴകുമായി പൂരപ്പറമ്പുകൾ സ്വീകരിച്ച ആമ്പാടി മാധവൻകുട്ടിക്കും സ്വാഗതം. ഉത്സവാഘോഷത്തിന്റെ ആവേശം ഒരു നാടിനെ ഒന്നാകെ പരകോടിയിൽ എത്തിച്ചു നിർത്തുമ്പോൾ ഇനി ഇതാ വീരപ്രതാപിയായി വരികയാണ് ഒരുവൻ. അക്ഷരനഗരിയുടെ ആൻപരെന്നവൻ ജ്യോതിശ്രേഷ്ഠൻ ഉണ്ണിപ്പിള്ള ഗണേശൻ. ഇതാ തന്റെ പ്രിയ സാരഥിമാർ മുപ്പത്തടം സാലിയുടെയും കൊല്ലം ശ്രീലാലിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് വരികയാണവൻ. വടക്കൻ മഴക്കാടുകൾ ജന്മം കൊടുത്ത മലയാള മണ്ണിന്റെ മടിത്തട്ടിൽ വന്നെത്തിയ ഉത്തമ സൗന്ദര്യം, പെരുമുഖ കാന്തി കൊണ്ടും പെരുമയേറുന്ന സ്വഭാവ രീതികൾ കൊണ്ടും ആരാധകർക്കിടയിൽ തരംഗമായി മാറിയവൻ. കർണനും കാളിദാസനും നാരായണൻ കുട്ടിയും കൊച്ചു ഗണേശനും അടക്കം ഒരുപിടി താരങ്ങൾ അണിനിരന്നു നിന്നിരുന്ന ഉണ്ണിപ്പിള്ളി തറവാട്ടിലെ ഇന്നത്തെ തലയെടുപ്പ്. ഉണ്ണിപ്പിള്ളി ഗണേശനും സാരഥിമാർക്കും ആനയടി പൂര പെരുമയിലേക്ക് സ്വാഗതം. കാലത്തിന്റെ ആഘോഷത്തിന് തമ്പുരാന്റെ മണ്ണൊരുങ്ങി നിൽക്കുമ്പോൾ ഇതാ വരികയാണ് ഇളംപല്ലൂരിന്റെ മാതംഗ യൗവനം ഗജരാജ കില്ലാടി ഇളംപള്ളൂർ കൊച്ചു ഗണേശൻ. ഇന്നും മലയാളക്കരയ്ക്ക് ലഭിച്ച വരദാനമാണിവൻ. തന്റെ പ്രിയ സാരഥി കാവനാട് കണ്ണന്റെ കയ്യും പിടിച്ചു വന്നെത്തുന്നു ആനയടിയിലേക്ക്. മഹിമകൾ നിറയുന്ന മലയാളക്കരയിലേക്ക് മറുനാട് കടന്നെത്തിയ യുവശ്രീമാൻ കാവലായി വാഴുന്ന സത്യ ചൈതന്യ സ്വരൂപിണിയുടെ നാമധേയം ഇഹലോകത്തിടി മുഴക്കമാക്കി തീർത്ത പൊന്നാൻകുട്ടി തന്റെ നല്ല കാലത്തിന് നേരം കുറിച്ച തമ്പുരാട്ടിയെ വണങ്ങി വടക്കുംനാഥന്റെ മണ്ണിലെ ചൈത്രയാത്ര നടത്തിയവൻ. പൂർണ്ണ ത്രൈഷ്യന്റെയും തൃപ്രയാർ തേവരുടെയും തിരുവമ്പാടി കണ്ണന്റെയും ശീവേലി എടുത്ത് മികച്ച പൂരക്കാലങ്ങളിലേക്ക് കടന്നു വരികയാണവൻ. വേദികളുടെ ആവേശമാകുവാൻ വീരസ്യത്തോടെ വന്നെത്തുന്ന യുവകുമാരൻ യുവരാജ കില്ലാടി ഇളംപള്ളൂർ കൊച്ചു ഗണേശനും സാരഥിമാർക്കും ആനയടി പൂര പെരുമയിലേക്ക് സ്വാഗതം. ഗജരാജകുമാരൻ ഉണ്ണിയപ്പത്തിന് പ്രിയമേറുന്ന നാട്ടിൽ ഉണ്ണി ഗണപതി വാഴുന്ന മണ്ണിൽ സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ചു വാഴുന്നവൻ
കൊട്ടാരക്കരയുടെ മാനസപുത്രൻ മന്ത്രികുമാരൻ യുവരാജാവ് കീഴൂട്ട് ശ്രീകണ്ഠൻ. അതെ, ഭക്തപ്രഹ്ലാദൻ കഞ്ചുമുക്കിന്റെ കയ്യും പിടിച്ചുകൊണ്ടിതാ ആനയടിയിൽ പുതു ചരിത്രം രചിക്കുവാൻ വരികയാണ് യുവരാജാവ്. സ്വതസിദ്ധമായ ശൈലി കൊണ്ട് ആനപ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയ ഉത്തമ യുവരാജൻ, തമിഴക മഹിമയുടെ നിലയ്ക്കാത്ത സൗന്ദര്യവും പേറി പിറവി കൊണ്ടവൻ, ആനകൾ അനവധി അരങ്ങു വാഴുന്ന കീഴൂട്ട് തറവാട്ടിലെ ഇന്നത്തെ തമ്പുരാൻ, സാക്ഷാൽ കീഴൂട്ട് വിശ്വനാഥനോടൊപ്പം കൊട്ടാരക്കരയുടെ മണ്ണടക്കി ഭരിക്കുന്നവൻ, ഭക്തപ്രഹ്ലാദ വഞ്ചിമുക്ക് ഭഗവാനായി സമ്മാനിക്കുന്ന പൂർണ്ണതയുടെ നേർരൂപം മന്ത്രികുമാരൻ കീഴൂട്ട് ശ്രീകണ്ഠൻ. പ്പെടുത്തുന്ന പൊന്നിൻ പ്രഭയോടെ കടന്നു വരുന്നു ശ്രീകണ്ഠൻ. മലയാള മണ്ണിന്റെ മഹിമയ്ക്ക് മഹോദരമാകുന്ന അഴകുകൊണ്ട് കിരീടം ചൂടിക്കുവാൻ അതിർത്തിക്കാടിൽ കിടന്നു വന്നവൻ, തമിഴക പെരുമയിൽ നിന്നും മലയാള മഹിമയിലേക്ക് ചുവടുവെച്ചുവെന്ന് ചരിത്രം തന്റെ പേരിൽ കുറിച്ചവൻ, കീഴൂട്ട് ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ ആരോമലുണ്ണിയായി രാഷ്ട്രീയ കേരളത്തിന്റെ വീരിമാറിലും ചർച്ചയ്ക്കിടം നേടിയവൻ, കഥകളിക്ക് കളിവിളക്ക് കൊളുത്തിയ മണ്ണിൽ ഉണ്ണിയപ്പത്തിന്റെ മാധുര്യം പേറുന്ന പുണ്യഭൂമിയിൽ കൊട്ടാരക്കരക്കാരനായി വളർന്ന കൊട്ടാരക്കരയ്ക്ക് കീർത്തിയായി മാറിയ യുവരാജൻ, വളർച്ചയുടെ പടവുകളിൽ തുണയായി കൊട്ടാരക്കര ഗണപതി കാവൽ നിൽക്കുന്ന ഭാവി വാഗ്ദാനം, ബാല്യകൗമാരത്തിന്റെ കാലത്തു തന്നെ പ്രൗഢിയുടെ പുറപ്പാട് തെളിയിച്ചവന്റെ വരവ്, ആണത്തം വാക്കിലല്ല വാക്ക് തെറ്റാത്ത കാന്തിയിലാണെന്ന് കാണിച്ചു കൊടുത്തവന്റെ വരവ്, ഭക്തപ്രഹ്ലാദ വഞ്ചിമുക്കിന്റെ നായകൻ ഗജകുമാരൻ കീഴൂട്ട് ശ്രീകണ്ഠ, നിനക്കും നിന്റെ സാരഥി മാർഗം ആനയടി പൂരപ്പെരുമയിലേക്ക് സ്വാഗതം. അതെ, ആനകളിൽ അഴകേഴുന്ന വീരന്മാർ പിറന്ന മണ്ണിൽ നിന്നും ആന കേരളത്തിന്റെ തെക്കൻ തട്ടകം ഭരിക്കാൻ പിറവി കൊണ്ടവനും വരുന്നു. ഒട്ടും മടിക്കാത്ത നെഞ്ചോട് ചേർത്ത് മീനാട് സിന്ധുമോൾ ഗ്രൂപ്പിന്റെ കുട്ടിയാന യുവരാജകുമാരൻ മീനാട് കേശു. കാലം കടക്കുന്തോറും കീർത്തിയും കൂടെ കൂട്ടി കരിവീര കേരളത്തിന്റെ അഭിമാനമാകുവാൻ ഒരുങ്ങുന്ന യുവതേരാളി, തെക്കും വടക്കും ഒരുങ്ങി പൂരപ്പെരുമയിൽ തന്റെ പേരും എഴുതി ചേർക്കുമെന്ന് തെളിയിക്കുവാൻ ഇതാ മീനാട് വിനായകന്റെ സോദരൻ വരുന്നു, യുവരാജകുമാരൻ മീനാട് കേശുവിന്റെയും വരവ്. ആരെല്ലാം വന്നാലും ആയിരങ്ങൾ നിരന്നാലും ഈ മണ്ണിന്റെ രാജാവ് താൻ തന്നെ എന്ന് ഉറപ്പിച്ചവന്റെ വരവിനായി ആനയടിയിതാ കാത്തിരുന്ന നിമിഷം ഒരുങ്ങുകയായി. ആനപ്രിയനായ ആനയടി തമ്പുരാന്റെ ആരോമൽ പുത്രനായി പിറന്നവൻ വന്നു ചേരുന്നു. ഇതാ ആനയടി തമ്പുരാന് ശിരസിൽ പീഠമൊരുക്കി വന്നെത്തി പെരുമാളെ പൊന്നോമനെ അവതരിക്കുന്നു. ഇവൻ ആനയടിക്കാരുടെ സ്വന്തം, ആനയടി ദേവരുടെ സ്വന്തം നരസിംഹപ്രിയൻ ആനയടി ദേവസ്വം അപ്പോ. അതെ, ആർത്തിരമ്പുന്ന പുരുഷാരം സാക്ഷിയാകുമ്പോൾ പ്രായത്തിന്റെയും മണിയറിവിന്റെയും ഒന്നാമനായി സാരഥി ഹരിപ്പാട് വിജയേട്ടന്റെ കയ്യും പിടിച്ചുകൊണ്ടിതാ തന്റെ നാഥനെ ശിരസിൽ എഴുന്നള്ളിച്ചു വരികയാണപ്പോൾ. നിയോഗത്തിന്റെ നായകത്വം വഹിക്കുവാൻ നരസിംഹസ്വാമി തെരഞ്ഞെടുത്ത ഉത്തമ പീഠമായപ്പോൾ അഴകിന്റെ ആവനാഴി ആവേശമായി അണിഞ്ഞാന കേരളത്തിന്റെ പുതുനിരയിലേക്ക് കടന്നു വന്ന അതേ അപ്പു വരികയാണ്. എവിടെ തന്റെ പാദം പതിയുന്നതോ അവിടം നരസിംഹശോഭയാൽ നിറയ്ക്കുന്ന നരസിംഹദാസനായപ്പോ നാട് വാഴുവാൻ താൻ ഇവിടെയുണ്ടെന്ന് താരമൂല്യം കൊണ്ട് തെളിയിച്ചതാ കടന്നു വരിക.
ഇതാണ് ആനയടിയപ്പ് നരസിംഹപ്രിയൻ ആനയടി ദേവസ്വം അപ്പോ. കണ്ട തെക്കൻ തമ്പുരാൻ തെക്കൻ കേരളത്തിന്റെ ഏറ്റവും വലിയ ഗജമേള നയിക്കുവാൻ താരങ്ങളിൽ താരമായി നിയോഗം സിദ്ധിച്ചവനിതാ ഭക്തനാം പ്രഹ്ലാദനെ ശക്തിയാൽ സംരക്ഷിച്ച ഉഗ്ര നരസിംഹമൂർത്തിക്ക് മകനായി വാഴുന്നവനിതാ ഇവൻ നരസിംഹദാസൻ പാലക്കാത്തറ റാവുവിന്റെ പിന്മുറക്കാരനായി ആനയടി തമ്പുരാനെ ശിരസിലേറ്റുവാൻ നിയോഗം ലഭിച്ചവൻ. ആനയായി ജനിച്ച് ആണായി വാഴുവാൻ ആനയടിയിലേക്ക് കടന്നു വന്നവൻ. അതെ, ഇതപ്പുവാണ്. ആരെല്ലാം വന്നാലും ആനയടിയിലും ആനയടിക്കാരുടെ മനസ്സിലും ഒരേയൊരു രാജാവേ ഉള്ളുവെന്ന് തെളിയിച്ചു വന്നു ചേർന്നിരിക്കുന്നുവെന്ന് തന്റെ ദേവന്റെ മഹോത്സവത്തിൽ തന്റെ ഭഗവാനെ ശിരസിലേറ്റി തന്റെ തട്ടകത്തിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന അപ്പുവിത ഇവിടെ നായകനായി നിൽക്കുവാൻ ഈ പുണ്യഭൂമിയിലേക്ക് വരികയാണ് ആനയടി ദേവസ്വം അപ്പു. കണ്ടാലും ഈ നാടകം ഇവിടുത്തെ ദേവന് ഒരുപോലെ പ്രിയമാർന്നവൻ. നിയോഗത്തിന്റെ മൂന്നക്ഷരം കൊണ്ട് നരഹരി ദേവന് പാദപൂജ ചെയ്യുവാൻ വന്നവൻ. അണിനിരക്കുന്ന പുരുഷാരത്തെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തിച്ചെഴുന്നള്ളി വരികയാണവൻ. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഗജമേളയുടെ ആരക്കാരൻ ആനയടി തമ്പുരാന്റെ ആരോമൽ പുത്രൻ സാക്ഷാൽ നരസിംഹപ്രിയൻ ആനയടി ദേവസ്വം അപ്പോ. ഇടംബലം കൂട്ടായി കടത്താവിള രാജശേഖരനും ചുരൂർമഠം രാജശേഖരനും ഇതാ ഈ മണ്ണിലേക്ക് വരികയാണ്. രണ്ടു രാജശേഖരന്മാർ രാജാധിരാജനായ ആനയടി തമ്പുരാൻ അകമ്പടിയായി വരികയാണ്. ആവേശവും ആരവങ്ങളും മാറി മാറി ഉയർത്തുവാൻ ഈ നാടിന്റെ മനസ്സൊരുങ്ങി നിൽക്കുമ്പോൾ പേരും പെരുമയും നിറഞ്ഞ ഭൂതക്കുളം നാടിന്റെ ഗജസൈന്യാധിപൻ കാളിപ്രിയ ഗജരത്നം ഗജശൃംഖൻ തടത്താവിള രാജശേഖരനും ചുരൂർമഠം നാടിന്റെ മണ്ണിൽ നിന്നും വരുന്നു ചുരൂർമഠം രാജശേഖരനും. വെളിയം രാജുവിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പൂരങ്ങളെ നെഞ്ചോട് ചേർത്ത് ആന കേരളത്തിൽ ഉത്തമ സ്ഥാനം നേടിയവൻ. പൂരങ്ങളുടെ പൂരത്തിന് പേരും പെരുമയും പകർന്ന് ഇത്തവണയും തിരുവമ്പാടിക്കായി എഴുന്നള്ളി നിന്ന കൂട്ടാന പൂരനഗരിയുടെ പതിവുകാരനായ തെക്കൻ തമ്പുരാൻ കാളിപ്രിയ ഗജരത്നം ഗജശൃംഖൻ തടത്താവിള രാജശേഖരൻ. കൂടെയുണ്ട് ഭഗവാന് ഇടം കൂട്ടായി ഗജമഹിമ കൊണ്ടും ചരിത്രം പെരുമ കൊണ്ടും നേടിയെടുത്ത തിരുവല്ലയുടെ താരത്തമ്പുരാൻ സാരഥി തെങ്ങണ ബിജുവിന്റെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ആനയടി പൂരം കൂടുവാൻ വന്നു ചേരുന്നു. കന്നഡ നാടിന്റെ സൗന്ദര്യ മഹിമയും പേറി തുലാമഴ പെയ്യുന്ന മലയാള പെരുമയിൽ കാലുകുത്തിയവൻ. മീനച്ചിലാറിന്റെ തീരത്തു നിന്നും മാതന്റെ പെരുമയുടെ ഈറ്റില്ലമായ തിരുവല്ലയിലേക്ക് ചേക്കേറിയവൻ. കളഭം തെളിവിട്ട് സ്വീകരിച്ച ശ്രീ വല്ലഭേശ്വരന് അഴകിന്റെ പൂർണ്ണതയെ തിരികെ സമ്മാനിച്ചവൻ കലിയുഗ സുന്ദര ശ്രേഷ്ഠൻ ചുരൂർമഠം രാജശേഖരൻ. ഒരുങ്ങി നിൽക്കുന്ന ജനസാഗരമേ, ദാ അസ്തമ സൂര്യന് കീഴെ കതിർവില്ലഴകൻ അവതരിക്കുന്നു. ധർമ്മരക്ഷ പടിഞ്ഞാറൻ ദേശത്തിനായി ഗജരാജ സൂര്യൻ ഉദിക്കുന്നു. ഇനി വിശ്വവീര സുന്ദരന്റെ രംഗപ്രവേശം, പെരുമാളിന്റെ പൂരപ്രവേശം വരുന്നുണ്ട്. പെരുമാൾ ആന കേരളത്തിന്റെ പെരുമാൾ ഗജരാജ ലക്ഷണ പെരുമാൾ നവലോക സുന്ദര ഛത്രാധിപതി പാമ്പാടി രാജൻ. ശാന്തശീലക്കാരൻ ഒക്കെ തിരുത്തുരുവിയ
ഉയർത്തി കാണിച്ച ധർമ്മരക്ഷയിത ചരിത്രം തന്നെ തിരുത്തി കുറിച്ച് കൊണ്ടുവരികയാണ് അവനെ. ചരിത്രം വീണ്ടും കുറിക്കുവാൻ പടിഞ്ഞാറ് നിന്നും വരുന്ന ധർമ്മരക്ഷയ്ക്കായി ധീരന്മാരായ രാജസാരഥിമാർ കാച്ചാംകുറിച്ചി സതീഷും കൊല്ലംകോട് മനോജും ഒരേ മനസ്സോടെ കൈകൾ പിടിച്ചുകൊണ്ട് വരുന്നു അവന്. അതെ, ചോദ്യങ്ങൾക്കിനി സ്ഥാനമില്ല, ചോദിച്ചാൽ മറിച്ചൊരു ഉത്തരവുമില്ല. വരുന്നത് രാജനാണ്, വശ്യ മലയാളത്തിന്റെ വിശ്വവീരസുന്ദരൻ, ഭൂലോക ഉത്തുംഗ ശൃംഖരാജൻ, ദ യൂണിവേഴ്സൽ കിങ്. കാവിലമ്മയുടെ തിടംപേറ്റി തുടങ്ങിയ രാജസൂയമാണിത്. ഉത്രാളിയിൽ ഉത്തമനായി നിന്ന് ഉത്തരം കൊടുത്തവന്റെ രാജസൂയമാണിത്. ചെമ്പൂത്രയിൽ ചെന്ന് ചെമ്പട്ടണിഞ്ഞ തമ്പുരാട്ടിയെ ചന്തത്തിൽ ശിരസിലേറ്റിയ രാജസൂയം. നവമിക്ക് നായകനായി അഗ്രഹാര വീഥികളിൽ അവതാരമാടിയവന്റെ രാജസൂയം. അലങ്കാരത്തിന്റെ അവസാന വാക്കായി മണ്ണിൽ ഉദിച്ചവന്റെ രാജസൂയം. അതെ, ഇതാനയടി തമ്പുരാനെ സാക്ഷിയാക്കി ധർമ്മരക്ഷ തുടങ്ങുന്ന രാജസൂയം. ധർമ്മരക്ഷ പടിഞ്ഞാറൻ ദേശം ആനയടി തമ്പുരാനായി ഒരുക്കുന്ന രാജസൂയം. കാണുക കാണുക കണ്ണുകളെ, ഇതാണ് രാജാധിരാജന്റെ രാജസൂയം, രാജരാജ ഗന്ധർവന്റെ രാജസൂയം. തികവിന്റെ പര്യായം, പൂരനഗരിയിൽ പൂരമലയാളത്തിന്റെ വീരപ്പെരുമാൾ. ആരും കൊതിക്കുന്ന അഴകിന്റെയും ആരെയും മയക്കുന്ന മികവിന്റെയും ആനസ്വരൂപമിതാ സാക്ഷാൽ ഭൂലോക ഉത്തുംഗ ശൃംഖരാജൻ, വൈകുണ്ഠേശ്വര പ്രിയ സൂര്യതേജസ്, നവലോക സുന്ദര ചക്രാധിപതി, പാമ്പാടി രാജ, നിനക്കൊന്നിന്റെ സാരഥിമാർഗം, ആനയടി പൂരപ്പെരുമയിലേക്ക് സ്വാഗതം. ആദിയിൽ നാഥനായ മൂർത്തി അവതാരത്തിന്റെ നരസിംഹമായി വാഴുന്ന ആനയടിയുടെ മണ്ണിലേക്ക് ഇതാ ധർമ്മരക്ഷ പടിഞ്ഞാറൻ ദേശത്തോടൊപ്പം അവതരിക്കുന്നു ഐശ്വര്യ ശ്രീമാൻ. അതെ, അഴകിന്റെ വെഞ്ചാമരങ്ങൾ വീശി വന്നെത്തുന്ന ആനിക്കുളത്തിന്റെ വഴിപാടായി ശ്രീ ഗുരുവായൂരപ്പന്റെ മതിലകത്തെ ശ്രീയെഴുന്ന ഗത ചൈതന്യം. ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രശോഭയാർന്ന ചന്തമുള്ള കൊമ്പനാന മാതംഗരാജൻ, നാരായണ പ്രിയൻ, ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസൻ. തന്റെ പ്രിയ സാരഥിമാരായ പാറശ്ശേരി ശുങ്കന്റെയും സന്തോഷിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് നിയോഗത്തിന്റെ പൊൻവസന്തമായ ആനയടി തമ്പുരാന്റെ മഹോത്സവ പുണ്യം നുകരുവാൻ വന്നു ചേരുകയാണ് ഇന്ദ്രസൻ. അതെ, ഇവൻ സൗന്ദര്യ പെരുമയേറുന്ന നിറയൗവനത്തിൽ ഗുരുവായൂരപ്പനായി നടയിരുത്തപ്പെട്ട കലിയുഗ പുണ്യം. കാലത്തിന്റെ ചൈത്രയാത്രയിൽ നിയോഗങ്ങളുടെ പൊൻവസന്തം ചൂടി നാരായണന് പ്രിയമായി മാറിയവൻ. നെയ്ത്തിരി നാളങ്ങൾ തെളിയുന്ന ശ്രീലകത്തു നിന്നും വനമാല ചാർത്തി കണ്ണൻ ശ്രീവേലി എഴുന്നള്ളുന്ന ഉത്തമ മസ്തകം. ഏകാദശി വിളക്കിന്റെ പൊൻകാലത്ത് നിന്നും ശിരസോളം മറ്റൊരു പീഠമില്ലെന്ന് തെളിയിച്ചവൻ. അതെ, ഉണ്ണിയായും കണ്ണനായും ഓടക്കാർ വർണ്ണനായും ഗുരുവായൂർ വാഴുന്ന നാരായണന്റെ പൊന്നുണ്ടി വരികയാണ്. അഴകിന്റെ പെരുമാളിനോടൊപ്പം അവതാര പിറവികളായ യുവരാജാക്കന്മാർക്കൊപ്പം ആനക്കേരളത്തിന്റെ ഐശ്വര്യ ശ്രീമാൻ, ചന്ദ്രശോഭ തോൽക്കുന്ന ഇന്ദ്രനീലം, നാരായണ പ്രിയൻ, ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസൻ. ആനയടി പൂരത്തിന്റെ ആരവം നിറയുമ്പോൾ വരികയാണ്
തെക്കിന്റെ പൂരപ്പറമ്പുകൾ കണ്ണു നിറയെ കാണുവാൻ കൊതിക്കുന്ന പട്ടാമ്പിയുടെ ആനച്ചന്തം. ചിട്ടകൾക്ക് ചിട്ടയും ചന്തത്തിന് നാടൻ സൗന്ദര്യവും മുതൽ കൂട്ടാക്കിയവൻ. കരിമ്പലകൾ ചൂളം വിളിക്കുന്ന വള്ളുവനാടിന്റെ വീരപുത്രൻ മാതംഗ സസ്യകുലപതി പട്ടാമ്പി പടിഞ്ഞാറേ മഠം മണികണ്ഠൻ. രാജഭൂമിയിലേക്ക് വരികയാണവൻ. മലയാള വനാന്തരത്തിൽ പിറന്ന മലയാള ചട്ടം പിടിച്ച ചിട്ടകൾ പറഞ്ഞ വേലകളും ഉത്സവങ്ങളും കൂടി സ്വീകരിച്ചവൻ. 4.5 വയസ്സിന്റെ ബാല്യത്തിൽ പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പന്റെ തിരുമുമ്പിൽ നടയിരുത്തിയവൻ. കരിപ്പലകൾ കാറ്റിനോട് കഥ പറയുന്ന പട്ടാമ്പി നാടിന്റെ പത്തരമാറ്റുള്ള കൊമ്പൻ. മലബാറിന്റെയും മലബാർ ദേവസ്വം ബോർഡിന്റെയും മാനസപുത്രൻ ജയരാജൻ പട്ടാമ്പി മണികണ്ഠൻ. തമ്പുരാന്റെ തിരുമുന്നിലേക്ക് ധർമ്മരക്ഷയ്ക്കൊപ്പം അവനും കടന്നു വരുന്നു. ഇവൻ തിരുവൈക്കത്തപ്പന്റെ മാനസപുത്രൻ. മലമകളെ അടിയിരുത്തി ആരോഗ്യം കാക്കുന്ന മഹാദേവരുടെ ആരോപണമുണ്ട്. അസമി പെരുമകരയുന്ന തിരുവ്യാഘ്രപാദപുരിയുടെ തലയെടുപ്പ് പ്രജാപതി വേമ്പനാട് അർജുനൻ. സാക്ഷിയായി കൊള്ളു ആകാശമേഘങ്ങളെ, നിങ്ങൾ വീതി ഒരുക്കിക്കൊള്ളു. അതെ, തേവരെ തൊഴുത് ആനയടി പെരുമാളിനോട് അനുവാദവും വാങ്ങി വരുന്നുണ്ട് പ്രജാപതി. അയോധ്യ സംഗമം ആനയടി ഇറക്കുന്ന ആവേശ പ്രജാപതി. ആരവങ്ങളിൽ സൂര്യപ്രതാപിയായ ധീര പ്രജാപതി. ആന കേരളത്തിന്റെ ആരണ്യ പ്രജാപതി. ഈ ഭകുല രാജകേസരി മാതംഗ മാണിക്യം പുതുപ്പള്ളി സാധു. കാലത്തിന്റെ ആവേശം കരുത്തിനെ സാക്ഷിയാക്കി ഒരുങ്ങി നിൽക്കുന്ന നേരത്തിതാ താരങ്ങളിലെ താരമാക്കി വഴി നടത്തുന്ന സാരഥിമാർ മണിമല ബിനുവിന്റെയും തുരുത്തി വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ് സാധു. കാടേറിയതും കാടിറങ്ങിയതും ജീവിത രേഖയിലെ ചരിത്രമാക്കിയ സാധു. നാട്ടിലെ പൂരങ്ങളും മാടി വിളിച്ചാൽ കാട്ടിലെ കൂട്ടൊന്നും തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ സാധു. നാട്ടിൽ കാത്തിരിക്കുന്ന നല്ല നാളുകൾക്ക് മുന്നിലേക്ക് നട്ടല് വളയ്ക്കാതെ നിൽക്കുവാൻ വരികയാണ് സാധു. കൊട്ടാരങ്ങൾ കെട്ടിമാടുന്ന തമ്പുരാക്കന്മാർ വരെ പോരാട്ടത്തിൽ കൈകൂപ്പുന്ന പുതുപ്പള്ളിയുടെ സാധു ഇതാ വരികയാണ്. ഈ മണ്ണിന്റെ ആഘോഷം കൂടുവാൻ കരുത്തുറ്റ കോട്ടയത്തിന്റെ മികവുറ്റ കൊമ്പൻ. അങ്ങ് വടക്കൻ മടിത്തട്ടിലെ ആരവ മർമ്മരങ്ങൾക്കിടയിൽ ആഘോഷത്തിന്റെ പ്രതാപിയാകുവാൻ പിറവികൊണ്ടവൻ. ഭീമനോടൊന്നിച്ചു വാഴുവാൻ ഭീതിയില്ലാതെ പടവഹിക്കുവാൻ പുതുപ്പള്ളി പുണ്യാളന്റെ മണ്ണിൽ അവതരിച്ചവൻ. അക്ഷരമഗ്നിയുടെ ഉഗ്രകവാടം കിടന്ന് തിരുനക്കരയിൽ ആവേശത്തിന്റെ പൊൻപൂരം കൂടിയവൻ. ദുരിതം തീർക്കുന്ന രുദ്ര മഹാകാളി അതിരുദ്രയായി വാഴുന്ന ഉത്രാളിയിൽ വലം കൂട്ടിന്റെ പ്രൗഢി കാണിച്ചവൻ വരികയാണ്. ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു. പഴമകളുടെ കാലമല്ലെന്നും പുതുമകളുടെ വീരൻ പാപ്പാലപ്പറമ്പിൽ ഉണ്ടെന്നും തെളിയിച്ച് പൂരമലയാളം അടക്കി പാടുന്ന നായകനിത വരികയാണ് മക്കളെ. നേർവഴി തെളിക്കാനും നേരുള്ള പോരാട്ടം കാണിക്കുവാനും കാലങ്ങൾ ഏറെയായി പഠിപ്പിച്ച സാരഥി മണിമല ബിനുവിന്റെയും തുരുത്തി വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് അവതരിക്കുകയാണ് മക്കളെ. ഇഭരാജ മലയാളത്തിന്റെ ഇതിഹാസ സൂര്യൻ കുഞ്ചാറ്റമപ്രിയ മാതംഗ മാണിക്യം ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു. നിങ്ങൾ പടനായകനെ കാത്തിരിക്കുമ്പോൾ പട നയിക്കുവാൻ തല മുതിർന്നവർ മാത്രം മതിയോ? പട നയിക്കുവാനും അടിയുറച്ചു നിൽക്കുവാനും ഒരു യുവരാജാവ് വരണ്ടേ? അതെ, ആരെ കാണണമെന്ന് ആഗ്രഹിച്ചുവോ അവനെ തന്നെ കൊണ്ടുവരികയാണ് ഛത്രപതി. വഴിമാറാത്ത ചരിത്രം വിണ്ണിലും മണ്ണിലും ഇല്ലെന്ന് തെളിയിച്ച് ഛത്രപതിയുടെ യുവരാജാവ് വരുന്നു. ഛത്രപതി ആനയടിയുടെ യുവരാജാവ്, യുവരാജ ക്ഷത്രിയൻ, പാലകപ്യ ഗജപതി, ഗജയുവരാജൻ, പുത്തൻകുളം മോളി
ആനയുടെ കയ്യും പിടിച്ച് ആനയടിയുടെ വിരിമാറിലേക്ക് വരികയാണ്. ഇവൻ ആയിരങ്ങളിൽ ഒരുവന് മാത്രമുള്ള ആവേശത്തിന്റെ പ്രതിരൂപമായവൻ. വടക്കൻ പടക്കളങ്ങളിൽ വരെ അടക്കി ഭരിക്കുന്ന തെക്കിന്റെ വജ്രായുധം. തൊട്ടാൽ തീ പാറുമെന്നും കനൽ കെട്ടില്ലെങ്കിൽ കൈ പൊള്ളുമെന്നും തെളിയിച്ചുകൊണ്ടിതാ വരികയാണ് ബാലൻ. ബാലനാണ്, കൈയടിക്കണ, ഊതല്ലേ, ഊതിയാൽ തീപ്പരിചിതരും. ഇവൻ ഉത്സവ മലയാളത്തിന്റെ പാലകാപ്യ ഗജപതി, യുവഗജ രൗദ്രസൂര്യൻ, യുവരാജ ക്ഷത്രിയൻ, ആമ്പാടി ബാലൻ. തന്റെ സാരഥി പിച്ചുകിൽ അരുണിന്റെ കയ്യും പിടിച്ചുകൊണ്ട് വരികയാണ്. നായകന്മാർ പിറന്ന ഉത്സരഭൂമിയിൽ നിന്ന് ഉന്നതികളുടെ സിംഹാസനം കീഴടക്കാൻ വന്ന ഉശിരൻ യുവരാജാവ്. അക്ഷരം തെറ്റാത്ത ആരവങ്ങൾ നൽകി തെക്കൻ മലയാളം പോറ്റി വളർത്തിയ ഒന്നാം തരം ആൺകുട്ടി. പുതിയ കാലത്തിന് ഉശിരും പുതുമയുള്ള ഊർജവും കൈമുതലാക്കി പൂരപ്പറമ്പുകൾ ഭരിക്കുന്നവൻ. അതെ, ചരിത്രം തന്റെ പേരിൽ കുറിക്കണമെന്നും കാലം തന്റെ വീരഗാഥകൾ വാഴ്ത്തി പാടണമെന്നും നിശ്ചയിച്ചുറപ്പിച്ച ധീരയൗവനം ഇവൻ. സാക്ഷാൽ ഉലക നായകനു ശേഷം പാലകാപ്യ ഗജപതി പട്ടം ചൂടിയ ഒരേയൊരാണരുതൻ. പുതുമയാർന്ന ശൈലികൾ കൊണ്ട് പെരുമകൾ വാരി ചൂടുവാൻ പിറവി കണ്ടവൻ. യോഗ്യതകൾ വെറും വാക്കുകളല്ലെന്നും യോഗ്യനായ പോരാളി താൻ തന്നെയെന്നും ഉത്സവ മലയാളത്തിന് കാണിച്ചു കൊടുത്ത ബാലൻ വരികയാണ്. തൊട്ടാൽ പൊള്ളുന്ന വിജയങ്ങൾ തന്റെ ചരിത്രരേഖയിൽ വേണമെന്ന വാശിയുള്ള ബാലൻ. രചിച്ചുപോയ രീതിയല്ല, പുതിയ കാലത്തിന്റെ ശൈലിയാണ് തനിക്കെന്ന് പറയാതെ പറയുന്ന ബാലൻ. ആരും കൊതിക്കുന്ന ആരവം പൂരഭൂമികൾക്ക് പകരമായി നൽകിയ പുതുമയുള്ള പടനായകൻ. പൂരം പൂവിടുന്ന മണ്ണിലെല്ലാം നേരിടുന്ന നായകത്വം കാത്തിരിക്കുന്ന ഒരേ ഒരു ബാലൻ. ബാല്യം വെറും പേരിൽ മാത്രമെന്നും പോരാട്ടത്തിൽ താൻ ശൗര്യം നിറഞ്ഞവനെന്നും തെളിയിച്ച് ഛത്രപതിയുടെ നായകനായി വന്നു ചേരുന്നു ബാലൻ. യുവരാജ രൗദ്ര സൂര്യൻ, ആമ്പാടി ബാലൻ. യുവത്വത്തിന്റെ തുറുപ്പ് ചീട്ടെന്നും പേരും പെരുമയും ചൂടി വിഷ്ണുമോഹൻ വൈഷ്ണവം സമർപ്പിക്കുന്ന കാണിക്കയായിട്ടിതാ കടന്നു വരികയാണ് ആക്കാവിളയിലെ ആൺകുട്ടി. ഈ ഭകുല ചേകവർ മുരഹരി പ്രിയൻ, ആക്കാവിള വിഷ്ണു നാരായണൻ. തെക്കൻ കൊല്ലത്തിന്റെ മടിപ്പെട്ടിൽ നിന്ന് ഉന്നത ശ്രേണിയുടെ ഉത്തമ രാജകീയതയിലേക്ക് വലതുകാലം വെച്ചു വന്ന യുവരാജാവ്. ഐശ്വര്യം എന്ന വാക്കിന് ആനസ്വരൂപം കൊണ്ട് മറുപടി പറഞ്ഞ വീരകുമാരൻ. തെക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ വശ്യമായ സൗന്ദര്യത്തിന്റെ ആവിർഭാവം ചൂടി ആൺകുട്ടി. ചരിത്രം പള്ളികൊള്ളുന്ന മലയാളക്കരയിലേക്ക് ചുവട് വച്ച് വന്ന് പിൽക്കാലം തനിക്കായി ഒരുക്കിയ ആൺകുട്ടി. അവസാനിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശമാണ്. മുകളിലൂടെ പറത്തുന്ന ഡ്രോൺ അത് സംവിധാനം ചെയ്യുന്നവർ, അതിന്റെ ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ് അത് എത്രയും വേഗം നിർത്തണമെന്ന് അറിയിക്കുന്നു. ചരിത്രം പള്ളികൊള്ളുന്ന മലയാളക്കരയിലേക്ക് ചുവട് വെച്ചുവെന്ന് പിൽക്കാലം തനിക്കായി ഒരുക്കിയ ആൺകുട്ടി വരുന്നു. താരങ്ങൾ മാത്രം അണിനിരക്കുന്ന പൂരങ്ങളിൽ താരപ്രഭയുടെ അവസാന വാക്ക്. പെരുമയാർന്ന ഇടനീളത്തിന്റെ പെരുമയിൽ അരങ്ങ് നിറച്ച് എഴുന്നള്ളി നിൽക്കുന്നവൻ. ഉലകം മയങ്ങുന്ന കാന്തി കൊണ്ട് ഉയര പെരുമകൾക്ക് മുകളിൽ ചരിത്രം രചിക്കുന്നവൻ. ഇതാ വന്നെത്തുന്നു ആന കേരളത്തിന്റെ അഭിമാനമായ വിഷ്ണു നാരായണൻ. ഈ ഭകുല ചേകവർ മുരഹരി പ്രിയൻ, ആക്കാവിള വിഷ്ണു നാരായണൻ. താരരാജാക്കന്മാരുടെ താവഴി പെരുമ കാട്ടി കടന്നു വരുന്നു. അക്കരമ്മൽ കൊമ്പന്മാർ അടക്കി ഭരിക്കുന്ന വടക്കൻ കേരളത്തിന്റെ വേറിട്ട താരോദയം. അഴകും ആണത്വവും അടങ്ങാത്ത അധ്വാനശീലവും കൈമുതലാക്കിയ മറ്റൊരു മലബാറുകാരൻ. പേരിൽ ഒരുങ്ങുന്ന പ്രൗഢി ധാരാളമായുള്ള ആനക്കേരളത്തിൽ ആരാധക ഹൃദയങ്ങൾ കീഴടക്കുവാൻ പിറവി കൊണ്ടവൻ. ഗജകേസരി അക്കരമ്മൽ ശേഖരൻ. കർശനമായി അറിയിക്കുകയാണ്. അല്ലാത്ത പക്ഷം അത് പിടിച്ചെടുക്കുന്നതായിരിക്കുമെന്ന് അറിയിക്കുന്നു. നേരിട്ട പടവുകളിൽ കഴിവുകൊണ്ട് നേടിയെടുത്ത് തനിക്ക് പോകുന്നവൻ താൻ തന്നെ എന്ന് കാണിച്ചു കൊടുക്കുന്നവൻ ഇതാ
ആനയടി പൂരത്തിന്റെ പെരുമയിലേക്ക് വരുന്നു. ഏതു വേദിയും അടക്കി ഭരിക്കുവാൻ വേണ്ടുന്ന നിലവിന്റെ പഠനങ്ങളിൽ അടിതെറ്റാതെ ചുവടുറപ്പിക്കുന്നവൻ, ഈശ്വൽ പാട്ടുകൾ ഈണമിടുന്ന മണ്ണിൽ തലപ്പൊക്കമോടെ വളർന്ന ഗജരാജ കേസരി അക്കരമേൽ ശേഖരൻ ആനയടി പൂര പെരുമയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. കാണുന്ന കാഴ്ചയിൽ തന്നെ ഏത് മനസ്സും കീഴടക്കുവാൻ പോകുന്ന വേറിട്ട ആനച്ചന്തം ഇതാ കുത്തിയോട്ട പാട്ടുകൾ മുടങ്ങുന്ന ഓണാട്ടുകറിയുടെ മണ്ണിൽ നിന്നും പൂരങ്ങളുടെ നാട്ടിലേക്ക് ആവേശമായി കടന്നു വന്നവൻ, ആരാധകരുടെ അഭിമാന താരം ഗജരൗദ്ര സൂര്യൻ വഴിപാടി ശ്രീകണ്ഠൻ. ചരിത്രമുള്ള വഴിപാടി ഗജനരിയുടെ ഇന്നത്തെ താരസൂര്യൻ അവതരിക്കുകയാണ്. പോരാട്ടത്തിന്റെ ശൈലികളെല്ലാം പുതിയ തലമുറയുടെ ആവേശത്തിന് വഴിമാറിയപ്പോൾ മികവ് കൊണ്ട് രാജാവായി തീർന്ന ഓണാട്ടുകരക്കാരൻ വഴിപാടി ശ്രീകണ്ഠനും ആലയടി പൂരത്തിലേക്ക് സ്വാഗതം. ഒരു നാട് കാത്തിരിക്കുന്ന മഹോത്സവത്തിന് എഴുന്നള്ളി നിൽക്കുവാൻ ഇനി ഇതാ അവതരിക്കുന്നു. ആണുങ്ങളിലാണ് ഏത് മണ്ണിലും എഴുന്നള്ളി നിൽക്കുവാൻ മടിക്കാത്ത നായകൻ, മാതംഗ ചൈതന്യ ശ്രേഷ്ഠൻ തുന്നത്തൂർ കുട്ടി ശങ്കരൻ. ആവോളം ആവേശത്തിന്റെ അലയൊലികൾ കണ്ട് മലയാളക്കരയുടെ തെറ്റും വടക്കും കാണവൻ. ആതിരയിലെ ആനക്കേമനായും ആമ്പല്ലൂരെ അംഗചേകവനായും ആന കേരളത്തിന്റെ ആഘോഷങ്ങൾ കൂടിയവൻ ഇതാ വരികയാണ്. മാതംഗ ചൈതന്യ ശ്രേഷ്ഠൻ കുന്നത്തൂർ കുട്ടി ശങ്കരൻ. ഇതാ അവതാരത്തിന്റെ മൂർത്തിഭാവം കൊണ്ട് അവതരിക്കുന്നു മക്കളെ നാട്ടുരാജാവ്. ഇവൻ നരസിംഹപ്രിയയുടെ നരഹരിയുടെ നാട്ടുരാജാവ്. അതെ, ഇതാ വരികയാണവൻ. ആരവങ്ങൾ തന്റെ വരവിനെ ശീലമാക്കി പട നയിക്കുവാൻ നരഹരി കൊണ്ടുവരുന്നു. ഇവൻ തൃക്കടവൂരിന്റെയും തിരുവിതാംകൂറിന്റെയും എണ്ണം പറഞ്ഞ പടനായകൻ. തെക്കൻ മലയാളത്തിന്റെ മണ്ണിൽ നിന്നും എണ്ണിയാൽ ഒടുങ്ങാത്ത വേദികൾ കീഴടക്കിയ പടനായകൻ. കാലകാലേശ്വരന്റെ കണ്ണിൽ ഉണ്ണിയായ കടവൂരിൽ വാഴുന്ന പടനായകൻ. സാക്ഷാൽ തെക്കിന്റെ തേവർ, ഏകസഖ്യ ശ്രേഷ്ഠാധിപതി തൃക്കടവൂർ ശിവരാജു. കാത്തുകാത്തിരുന്ന ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയേറ്റിക്കുവാൻ കളിക്കൂട്ടുകാരനായ പ്രിയ സാരഥി തകിടിയിൽ മനോജിന്റെ കയ്യും പിടിച്ചവതരിക്കുന്നു കൂടരെ അഴകിന്റെ കടവൂരാൻ. അയ്യനയ്യപ്പ സ്വാമിയുടെ പൊന്നു പൂങ്കാവനത്തിൽ മിന്നും താരപ്രഭയോടെ പിറവി കൊണ്ട തൃക്കടവൂരാൻ. തെക്കൻ കൊടുങ്കാറ്റ് വീശും പോലെ തെക്കും വടക്കും തന്റെ പ്രതാപ ശൗര്യം തീർത്ത കടവൂരാൻ. അരങ്ങിൽ താരമാകുവാൻ അണിയറയിൽ ആദ്യാക്ഷരങ്ങൾ പഠിച്ചഴകേറുന്ന തൃക്കടവൂരാൻ. അതെ, കാലകാല കോവിലിൽ കാന്തിയോടെ വാഴുന്ന കൈലാസേശ്വരന് മകനായി തൃക്കടവൂരിൽ കാലുകുത്തിയ കലിയുഗ പുണ്യം. കാതിരവനെ കാത്തിരുന്ന മണ്ണിലേക്ക് കാത്തിരുന്നതിനെ കൈപിടിയിലാക്കിയ നരഹരിയുടെ നായകൻ. അതെ, വരികയാണ്. ആനയടി എന്നും തന്റെ രാജതട്ടകം തന്നെ നടിവരിയിട്ട് തെളിയിച്ചുകൊണ്ട് അഴകിന്റെ തേവർ വരികയാണ്. സാക്ഷാൽ തെക്കിന്റെ തേവർ ഗജരാജ മന്നാടിയാർ തൃക്കടവൂർ ശിവരാജു. മണ്ണിലെല്ലാം കാലം കൊതിച്ചതാണ് ചരിത്രം. കാത്തിരുന്ന മണ്ണിലെല്ലാം കലിയുഗ പുണ്യം നിറച്ചതാണ് ശൈലി. ആരാധിച്ചവർക്കെല്ലാം ആവേശം പകർന്നതാണ് രീതി. അതെ, അവതരിക്കുന്നുണ്ടെങ്കിൽ അത് ആരവം ഉയർത്തുവാൻ തന്നെ നായകനാണ് മക്കളെ നായകൻ. നാടറിഞ്ഞ് ആരാധിച്ചവർക്കെല്ലാം ആവേശത്തിന്റെ കൊടുമുടി സമ്മാനിച്ച നരഹരിയുടെ നായകൻ. ഏത് കണ്ണും ഏത് മനസ്സും എഴുന്നേറ്റ് നിന്ന് കൈവടങ്ങുന്ന കാശി വിശ്വനാഥപുത്രൻ. ആശയും വാശിയും ആവേശവും അഷ്ടമുടി കായൽ കരയ്ക്ക് സമ്മാനിച്ച ഇഷ്ടമൂർത്തി പുത്രൻ. ഉത്രം പിറന്നവന്റെ പൂങ്കാവനത്തിൽ നിന്നും ഉന്നതികളുടെ ഭാഗ്യജാതകം കുറിച്ചവൻ. തിരുവിതാംകൂറിന്റെ നെടുനായകത്വം തിരുനെറ്റിയിൽ തിലകം പോലണിഞ്ഞവൻ. തികവിന്റെ പൂർണ്ണതയിൽ താരങ്ങളെ കൊതിപ്പിച്ചവൻ. അതെ, ഇവൻ താരങ്ങൾക്കിടയിലെ താരക ബ്രഹ്മം വരികയാണ്. തിരുവിതാംകൂറിന്റെ ഹൃദയമിറങ്ങുന്ന സൂര്യനാടിൽ അവതാരം കൊണ്ട് നിൽക്കുകയാണ് തെക്കിന്റെ ദേവർ. ചെറിയൊരു വടിയുടെ ബലത്തിൽ ചെറുബാല്യം മുതൽ വഴി നടത്തുന്ന സാരഥി പുത്തൻ വീട്ടിൽ ഗോപാലകൃഷ്ണപിള്ളയുടെയും ഉറ്റതോരനായി
അന്നും ഇന്നും കൂടെയുള്ള തകരയിൽ മനോജിന്റെയും കൈകൾ പിടിച്ചിതാ അവതരിക്കുന്നു തെക്കിന്റെ ദേവർ. പ്രായം 18 തികഞ്ഞപ്പോൾ തന്നെ പ്രൗഢിയും പട്ടരമാറ്റം തെളിയിച്ച ദേവർ. ചെറുബാല്യം മുതൽ ബാലവേലായുധന്റെ വാൾപിടിക്ക് പതിവായി എത്തുന്ന ദേവർ. യൗവന കുതിപ്പിന് പകിട്ടേകുവാൻ അന്നദാന പ്രഭുവിന്റെ തമ്മില്ലാത്ത ആവേശവുമായി തെക്ക് കിടന്ന പൂരങ്ങളുടെ പൂരം കൂടിയ ദേവർ. ആറാട്ടുപുഴയുടെ പ്രൗഢി ആവോളം ആസ്വദിച്ച അഴകിന്റെ ദേവർ. അനന്തപുരിയുടെ ആരവങ്ങളും ആയിരങ്ങളുടെ പേരുവിളികളും നെഞ്ചോട് ചേർത്ത ദേവർ. ഇതാ പൂരപ്പെരുമകൾ മാടി വിളിച്ചപ്പോൾ ആനയടിയിൽ അവതരിക്കുന്നു മക്കളെ നരഹരിയുടെ ദേവർ. സാക്ഷാൽ തെക്കിന്റെ ദേവർ മാതംഗ ഗജരാജ പ്രജാപതി തൃക്കടവൂർ ശിവരാജ്. പൂരത്തിലേക്ക് ആരവത്തിന്റെ ഗജഭേരി നിറയ്ക്കുവാൻ ചുവട് വച്ചിതാ വരുന്നു മലയാള മണ്ണിന്റെ മനസ്സും മഹസ്സും തൊട്ടെറിഞ്ഞ തനിനാടൻ കൊമ്പനാണ് ആന. കേരളത്തിന്റെ മന്ത്രികുമാരൻ വിശ്വവിരാജിത വീരഹസ്തി യുവരാജ പ്രജാപതി കീഴൂട്ട് വിശ്വനാഥൻ. മലയാള സൗന്ദര്യം പാടെ നിറയുന്ന കോന്നി ആനക്കൂടിന്റെ മടിത്തട്ടിൽ നിന്നും ബാലപാഠങ്ങൾ പഠിച്ചുറച്ച കീഴൂട്ടെ കൂട്ടി തന്റെ സാരഥി ആദിനാട് അച്ഛുവിന്റെ കയ്യും പിടിച്ചിതാ കടന്നു വരുന്നു. പഠിച്ച പാഠങ്ങളുമായി കൂട്ടിലെ കൂട്ടുകാരനുമെന്ന് കീഴൂട്ട് തലവാടിന്റെ പടിപ്പുര കടന്നവൻ. കാലത്തിന്റെ ഇതിഹാസമാകുവാൻ കരുത്തുറ്റ സഖ്യകാലം മാത്രം മതിയെന്ന് തെളിയിച്ച സൗന്ദര്യത്തിന്റെ വിശ്വരൂപം ഇവൻ. വരുംകാല മലയാളത്തിന്റെ തികമാർന്ന ബദൽക്കൂട്ടായി നെഞ്ചും വിരിച്ചു നിൽക്കേണ്ടുന്ന മാതന്റെ മാണിക്യം. മാറ്റങ്ങളുടെ പെരുമകൾ ഒന്നും അകമ്പടിയാക്കാതെ ഇന്നും കീഴൂട്ട് തറവാട്ടിൽ വാഴുന്നവൻ. പേരെടുത്ത താരവും പെരുമയുടെ രാജാവും താൻ തന്നെ എന്ന് തെളിയിച്ചവൻ. കൊട്ടാരക്കരയുടെ തമ്പുരാൻ കുട്ടി രാഷ്ട്രീയ കേരളത്തിന്റെ ആരോമൽ തിരുമകൻ വിശ്വവിരാജിത വീരഹസ്തി മന്ത്രികുമാരൻ കീഴൂട്ട് വിശ്വനാഥ. നിനക്കും സ്വാഗതം. ശബരി അമ്പലത്തുമ്പല ആനയടിയുടെ വഴിപാടായി ഇതാ വരുന്നു കുളങ്ങാട്ടുപുറ രഞ്ജുവിന്റെ കയ്യും പിടിച്ചു വരുന്നു. ഉത്തമ മലയാളത്തിന്റെ ഹൃദയം കടവൂരാൻ ദക്ഷിണ മലയാളത്തിന്റെ പടിവാദികൾ കടന്നു വന്ന വീരനായകൻ മീനാടൻ. തീരാത്ത ആവേശത്തിന്റെ പടവാളുമായി ദക്ഷിണ മലയാളത്തിന്റെ തിലകക്കുറിയായി തീർന്നവൻ മീനാടൻ. പേരും പെരുമയും നിറഞ്ഞ പൂരങ്ങളുടെ തീരാത്ത ആവേശമായി നിറയുവാൻ തീരമടിക്കാതെ കടന്നു വരുന്നു ആനയടി മറക്കാത്ത മീനാടൻ. കാണാൻ കൊതിച്ചവർക്കെല്ലാം കാഴ്ചയുടെ വസന്തം സമ്മാനിക്കുവാനിതാ അവതരിക്കുന്നു മക്കളെ മീനാടൻ. നാടും ജനതയും കാത്തിരിക്കുന്ന പൂരത്തിന്റെ താരപ്പൊലിമയ്ക്ക് മാറ്റിക്കൂട്ടിക്കൊണ്ട് വന്നിറങ്ങുന്നു വരികയാണ് അഘോര രുദ്രമൂർത്തിയായ തിരുവേറ്റുമാനൂരപ്പന്റെ ആരോമൽ പുത്രൻ ഏകരുദ്ര പ്രജാപതി ത്രിലോക ഛത്രാധിപതി ഗജതിലകം ഏറ്റുമാനൂർ ഉഷശ്രീ ശങ്കരൻ കുട്ടിയില്ലാത്ത പൂര്യ പ്രജാപതി. കൂട്ടു നിൽക്കുന്ന വസന്തങ്ങൾക്ക് മുകളിൽ പൂര മലയാളത്തിന്റെ നാമധേയം മുഴക്കുന്ന വീര പ്രജാപതി. ഇവൻ ഉത്തരവനാന്തര ഭൂമിയിൽ ഉന്നത സ്ഥാനം കാത്തിരിക്കുന്ന മാതംഗ മലയാളത്തിനായി പിറവികൊണ്ടവൻ. അക്ഷരനഗരിയുടെ വിരിമാറിലേക്ക് വലതുകാൽ വച്ചു വന്നിറങ്ങി വാശുകൊണ്ട് ചരിത്രം രചിച്ചവൻ. ഇക്കണ്ട കാലമത്രയും തനിക്കുരാൻ പോന്നവനായി നെഞ്ചും വിരിച്ചു ജീവിച്ച മാതംഗ ധീരത. ഗതകാലം മുഴുവൻ മലയാള മണ്ണിനെ അടക്കി ഭരിച്ചിരുന്ന കോട്ടയം കൊമ്പൻ. പൂർവകാല പ്രൗഢിയൊട്ടും മോശം വരാതെ കൈവരുത്തും പെരുമയും കാത്തു സൂക്ഷിക്കുന്നവൻ. അതെ, ഇവൻ അന്നും ഇന്നും എന്നും അക്ഷരനഗരിയുടെ നിലയ്ക്കാത്ത ആവേശം. ഇവൻ ശ്രീകൃഷ്ണ സേനയുടെ നായകൻ. ശ്രീകൃഷ്ണ സേന കൊണ്ടുവരുന്ന കരുത്തുറ്റ നായകൻ. കോട്ടപ്പുറത്തിന്റെ കുട്ടികൾക്ക് കോടിക്കണക്കിന് ആവേശം പകരുവാൻ തീരമടിക്കാത്ത നായകൻ ഗജതിലകൻ ഏറ്റുമാനൂർ ഉഷശ്രീ ശങ്കരൻ കുട്ടി. പ്രപഞ്ചം കാത്തിരു തെളിയിച്ച ശങ്കരൻകുട്ടി അഘോരമൂർത്തിയായ ഏറ്റുമാനൂരപ്പൻ അകതാലിൽ സ്ഥാനം നൽകി അടകോട് പീഠം തീർത്തവൻ ശങ്കരൻകുട്ടി. ഏറ്റുമാനൂർ ദേവരുടെ ആഘോഷമെല്ലാം അടകിന്റെ കുറിച്ചപ്പോൾ സങ്കൂറ്റത്തിന്റെ പര്യായമായി തന്റെ നാമം മാത്രം എഴുതി ചേർത്തവൻ ശങ്കരൻകുട്ടി. ആരാധകരുടെ ആവേശത്തിന് ആന ചന്തം കൊണ്ട് മറുപടി കഴിഞ്ഞ ആനക്കോട്ടയത്തിന്റെ ഉശിരനാൺപുറത്ത് താൻ വിടുന്നതും വന്ന് മടങ്ങുന്നതും എന്നും ചരിത്രമാക്കി മാത്രം മാറ്റിയ ശങ്കരൻകുട്ടി ഇതാ
ശ്രീകൃഷ്ണസേനയ്ക്കൊപ്പം വരികയാണ്. ആളായി നിൽക്കുന്നവരെ ആടത്തം പോരാതെ വഴി നടത്തുന്ന സാരഥി അരൂർ പ്രവീണിന്റെ കയ്യിൽ പിടിച്ച് ശ്രീ ഗ്രൂപ്പിന്റെ ഭീമാനദാനം. അത് ആനയടിയിൽ രചിച്ച രാമാവതാരത്തിന് ശേഷം ണെങ്കിൽ മറുകാല കേരളം കീഴടക്കുവാൻ തന്നെയെന്ന് തെളിയിച്ചവൻ, പൂരങ്ങൾക്ക് താരം താണ്ടെന്ന് തിരുനക്കരയിൽ തെളിയിച്ചവൻ, ആരവങ്ങൾക്ക് പകരുന്ന രാജകീയത തന്റെ ശൈലിയെന്ന് ആനക്കോട്ടയത്തിന് കാണിച്ചു കൊടുത്തവൻ, പാർവതി വല്ലഭന്റെ മണ്ണിൽ പങ്കരമാറ്റി പൗടിയിൽ വളർന്ന പേരെടുത്ത നായകൻ ഇവൻ, ആവേശത്തിന്റെ ഗതതിലകം ആണുങ്ങളിലാണായ ഏകരുദ്ര പ്രജാപതി, ശ്രീകൃഷ്ണസേന കോട്ടപ്പുറം രചിക്കുന്ന ശങ്കരൻ കുതിരു. കേരളത്തിന്റെ മിന്നൽ താരങ്ങളും ആവേശത്തിന്റെ യുവതാരങ്ങളും അണിനിരക്കുന്ന നരസിംഹസ്വാമിയുടെ മണ്ണിലേക്ക് ഇനിയിതാ ശ്രീകൃഷ്ണസേനയോടൊപ്പം വരികയാണ് കൂട്ടരെ യുവരാജാവ്, ദേശിന്റെ നാടിന്റെ യുവരാജാവ്. ആണുങ്ങൾ പിറവികൊണ്ട കന്നഡ മണ്ണിൽ ആന കേരളത്തിന്റെ ആവേശത്തിനായി ഭൂജാതനായവൻ, യുവകലിയുഗ മന്നാടിയാർ, ഭഗവതി പ്രിയ മാതന്റെ സൂര്യൻ, പേരൂർ ശിവൻ. ശ്രീകൃഷ്ണസേന കോട്ടപ്പുറത്തിനോടൊപ്പം തന്റെ പുതുസാരഥി പെരുന്ന സതീഷിന്റെ കയ്യും പിടിച്ചുകൊണ്ട് ശ്രീ ബിനു അമ്പാടി ആണികടിയുടെ വഴിപാടായി ശ്രീകൃഷ്ണസേനയ്ക്കൊപ്പം വരുന്നു. താരങ്ങളിലെ രാജകുമാരൻ താൻ തന്നെയെന്ന് പൂരനഗരിയിൽ പോയി കാണിച്ചു കൊടുത്ത വേരൂരാൻ, മന്നാടിയാരും പരിവാരങ്ങളും കോട്ട കെട്ടി കാട്ടുന്ന കൊല്ലം നാടിന്റെ സ്വന്തം വേരൂരാൻ, മല്ലന്മാരെ വരെ മുട്ടുവിറപ്പിക്കാൻ തെല്ലും നടിക്കാത്ത ആവേശത്തോട് വില്ലും കുലച്ചുഴലുന്ന വേരൂരാൻ, തുല്യമായ സ്നേഹം തെല്ലും പോലും കുറയ്ക്കാതെ നൽകി കണ്ണിലുണ്ണിയായി വളർത്തുന്ന പേരൂരുകാരുടെ അഭിമാനമായ പേരൂരാൻ, എണ്ണം പറഞ്ഞ വേദികളിൽ ചന്തം ചെഴുന്നള്ളി നിന്ന് ചന്തമുള്ള യുവരാജാവ്, ഭഗവതി പ്രിയ മാതന്റെ സൂര്യൻ, പേരൂർ ശിവൻ. അപ്പോൾ ആനയടി ഗജമേളയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.